يكن لا حول ولا قوة إلا بالله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي الصلاة والسلام عليك يا رسول الله خذ بيدي قلت حيلتي أدركني مرادي يا رسول الله. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ ഇരുന്നതും കേൾക്കുന്നതും പറയുന്നതും ഒക്കെ അവൻ പൊരുത്തപ്പെട്ട അമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. മഹാനായ സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിൽ നിന്ന്, മഹാനവറുകളുടെ ജീവിതയാത്രയിൽ നിന്ന് ഏറെ ചർച്ച ചെയ്യപ്പെട്ട, മുസ്ലിം ലോകത്ത് ഏറെ വേദന ഉണ്ടാക്കിയൊരു ചരിത്രമാണ് കർബല യുദ്ധചരിത്രം. കർബല യുദ്ധചരിത്രം പലപ്പോഴും പറയാൻ പാടില്ല എന്ന് വരെ പല ആളുകളും രംഗത്ത് വന്നുകൊണ്ട് പറയാറുണ്ട്. അഥവാ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കർബലയിൽ നിഷ്ഠൂരമായി വധിച്ച യസീദിന്റെ പട്ടാളമായ യസീദിന്റെ പട്ടാളവും അതുപോലെ തന്നെ അതിന് കൂട്ടുനിന്ന, അതിന് കൽപ്പിച്ച യസീദും അതുപോലെ തന്നെ ഇബ്നു സിയാദിന്റെയും ചരിത്രങ്ങൾ പറയുമ്പോൾ അത് പറയാൻ പാടില്ല, മുസ്ലിം ലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ ദുഃഖകരമായ ആ സംഭവം പറയാൻ പാടില്ല, അതിനെ അനുസ്മരിക്കുന്നത് ഷിയാക്കളാണെന്ന് പറഞ്ഞ് ഇത് പറയുന്നത് തടയാൻ വേണ്ടി പലരും രംഗത്ത് വരാറുണ്ട്. ആമുഖമായി തന്നെ പറയട്ടെ, ഈ ചരിത്രം മഹാന്മാരായ എത്രയോ പണ്ഡിതന്മാർ കിതാബുകളിൽ രേഖപ്പെടുത്തിയതാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കർബലയിലെ ആ ദയനീയമായ രംഗങ്ങളും അതുപോലെ തന്നെ അവർ കാണിച്ച, ഇബ്നു സിയാദിന്റെ പട്ടാളക്കാര് കാണിച്ച ക്രൂരമായ ആ സ്വഭാവങ്ങളൊക്കെ താരീഖിൽ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അത് പറയപ്പെട്ടിട്ടുള്ളതുമാണ്. കാരണം അള്ളാഹുവിൻ്റെ ഔലിയാക്കളും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സഹാബാക്കൾ, അംബിയാക്കൾ, അവരെക്കുറിച്ച് പറയൽ മൗലിദാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് സുന്നികൾ അഥവാ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഹ്ലുകാർ. അതുകൊണ്ട് തന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ചരിത്രം പറയുന്നത് അവരെക്കുറിച്ചുള്ള മൗലിദാണ്, അവരെ അനുസ്മരിക്കലാണ്. മാത്രമല്ല അതോടുകൂടി അവർക്ക് വേണ്ടിയും അവരെ തവസ്സുലാക്കിയും ഇസ്തിഗാസ ചെയ്തും ദുആ ചെയ്യുന്ന സന്ദർഭങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ. അതുകൊണ്ടാണ് താരീഖിൽ മഹാനായ തൊബരി ഇമാമ് താരീഖിൽ കർബലയുടെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇബ്നു ഹിബ്ബാൻ പോലെയുള്ള ചരിത്രം ധാരാളം കിതാബുകളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പറയാൻ പറ്റൂല എന്ന് പറയുന്നവർ ഒന്നുകിൽ വഹാബികളുമായി അല്ലെങ്കിൽ പുത്തൻ ആശയക്കാരുമായി ബന്ധമുള്ളവരായിരിക്കും എന്ന് യാതൊരു സംശയവുമില്ല. ചരിത്രത്തിലേക്ക് കടക്കട്ടെ. സുദീർഘമായ ചരിത്രം വളരെ ചെറിയ സമയം കൊണ്ട് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കല് ചെറിയ പണിയൊന്നുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ പറയാനും അതുപോലെ തന്നെ ഇത് കാരണം മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പൊരുത്തം നേടാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇത് കാരണം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് ഖൽബിൽ സ്നേഹത്തോടു കൂടി നാളെ പാരത്രിക ലോകത്തെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ ഹസൻ ഹുസൈൻ രണ്ടു പേരും സ്വർഗത്തിലെ സയ്യിദ ശബാബി അഹ്ലിൽ ജന്ന എന്ന ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഹബീബിന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടികളോടുകൂടി അവർക്ക് പിന്നിലായി സ്വർഗത്തിൽ അണിനിരക്കാൻ നമുക്കെല്ലാവർക്കും ഈ പറയുന്നതും കേൾക്കുന്നതും കാരണമായി അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന് ശേഷം നാം പറഞ്ഞു, ഹസൻ റളിയല്ലാഹു അൻഹു 6 മാസം ഭരണം നടത്തി ഖിലാഫത്ത് മുആവിയ റളിയല്ലാഹു അൻഹു എന്ന സഹാബി വര്യനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയായ മുആവിയ റളിയല്ലാഹു അൻഹു ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന് ശേഷവും 10 വർഷം രാജ്യം ഭരിക്കുകയാണ്. 10 വർഷം വീണ്ടും രാജ്യം ഭരിച്ചു. അങ്ങനെ മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ മരണസമയത്ത്
ഖിലാഫത്ത് തൻ്റെ മകനായ യസീദ് എന്ന് പറഞ്ഞാൽ തെമ്മാടിയായിരുന്നു. തെമ്മാടി എന്ന് പറഞ്ഞാൽ ഇത്തഫഖൽ ഉലമാ വലാ ഫിസ്ഖിഹി എന്നാണ്. ഉലമാക്കളെല്ലാവരും യസീദ് തെമ്മാടിയാണ് എന്ന് ഏകോപിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, പക്ഷേ യസീദ് മുആവിയ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി വര്യനായ തൻ്റെ ഉപ്പാന്റെ മുമ്പിൽ നല്ല പിള്ള ചമഞ്ഞു എന്നാണ്. കാരണം ഭരണം എങ്ങനെയെങ്കിലും കിട്ടണം, കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സ്വന്തം ഇഷ്ടം ചെയ്യാലോ. ആദ്യം തന്നെ പല പ്രശ്നങ്ങളും പല രീതിയിലുള്ള തെമ്മാടിത്തരങ്ങളെയും മുആവിയ റളിയല്ലാഹു അൻഹു ആദ്യം തന്നെ തൻ്റെ മകനെ ഗുണദോഷിച്ചിരുന്നു. പക്ഷേ അവസാനം വൃദ്ധനായ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ മുമ്പിൽ വളരെ നന്നായി ചമഞ്ഞുകൊണ്ട് മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു അവസാനം അവിടെ മസ്ലഹത്തും, കാരണം പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനെ പേടിച്ച് തന്നെയാണ് മുആവിയ റളിയല്ലാഹു അൻഹു യസീദിനെ ബൈഅത്ത് ചെയ്യാൻ പറയാൻ വലിയുൽ അഹ്ദായി പ്രഖ്യാപിച്ചു. അതിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് കിടക്കുകയല്ല. അങ്ങനെ ചുരുക്കി പറയട്ടെ, മുആവിയ റളിയല്ലാഹു അൻഹു വഫാത്തായി. യസീദിനെ ബൈഅത്ത് ചെയ്യാൻ, ഖലീഫയായി ബൈഅത്ത് ചെയ്യാൻ വേണ്ടി എല്ലാവരോടും കൽപ്പിച്ചു. യസീദ് ബൈഅത്ത് ചെയ്യപ്പെടുന്നതിന് മുമ്പ് മുആവിയ റളിയല്ലാഹു അൻഹു ചില ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. മരണത്തിന് മുമ്പ് അവസാനമായി വസിയത്ത് പറയുന്നത്, പ്രിയപ്പെട്ട പൊന്നുമോനെ, നീ ഖലീഫയായി കഴിഞ്ഞാൽ ഒരിക്കലും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഹ്ലു ബൈത്തിനെ ദ്രോഹിക്കാൻ പാടില്ല. അവർക്ക് സംരക്ഷണം നൽകണം. അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നിന്റെ ഭരണത്തിന് കീഴിൽ ഉണ്ടാകണം. മാത്രമല്ല മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഏത് കാര്യത്തിനും ഹുസൈൻ റളിയല്ലാഹു അൻഹു, അള്ളാഹിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടി ഹുസൈൻ റളിയല്ലാഹു അൻഹു ജീവിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് ആലിമായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ അംഗീകരിച്ചു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് മുഷാവറ നടത്തിയല്ലാതെ കാര്യങ്ങൾ തീരുമാനിക്കാൻ പാടില്ല എന്ന് ഉപ്പ മുആവിയ റളിയല്ലാഹു അൻഹു സ്വഹാബി വര്യൻ ഉപദേശിച്ചു. പക്ഷേ ഇതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് യസീദ് തന്റെ തെമ്മാടിത്തരങ്ങൾ ചെയ്യുകയാണ് ചെയ്തത്. ചുരുക്കി പറയട്ടെ, യസീദിനെ ബൈഅത്ത് ചെയ്യാൻ മദീനയിൽ പറഞ്ഞപ്പോൾ മദീനയിൽ ഒരാളും ബൈഅത്ത് ചെയ്യുന്നില്ല. മദീനയിലുള്ള സ്വഹാബാക്കളിൽ അധിക ആളുകളും ബൈഅത്ത് ചെയ്തില്ല എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട സന്തത സഹചാരിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നുമോൻ അബ്ദുറഹ്മാൻ ബിൻ അബീ ബക്കർ റളിയല്ലാഹു അൻഹു മദീനയിലുണ്ട്. അബ്ദുല്ലാഹ് ബിൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു മദീനയിലുണ്ട്. ഇവരൊന്നും ബൈഅത്ത് ചെയ്തിട്ടില്ല, സ്വഹാബാക്കളാണ്. സ്വഹാബാക്കളുടെ മക്കളും സ്വഹാബാക്കളുമായി ഇവരൊന്നും യസീദിനെ ബൈഅത്ത് ചെയ്തില്ല. അതുപോലെ തന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹു ബൈഅത്ത് ചെയ്തില്ല. അതുപോലെ തന്നെ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ബൈഅത്ത് ചെയ്തില്ല. പക്ഷേ യസീദിന്റെ അന്നത്തെ മദീനയിലെ ഗവർണർ നിർബന്ധിച്ചു എല്ലാവരെയും ബൈഅത്ത് ചെയ്യിപ്പിക്കാൻ നോക്കി. നിർബന്ധിച്ച് ബൈഅത്ത് ചെയ്യിപ്പിക്കാൻ നോക്കിയ സമയത്ത് വലീദ് ബിൻ ഉഖ്ബ എന്ന് പറയുന്ന മദീനയുടെ ഗവർണർ നിർബന്ധിച്ചപ്പോ അവിടെ മദീനയിൽ നിക്കക്കള്ളിയില്ല എന്ന് കണ്ടപ്പോ ഹുസൈൻ റളിയല്ലാഹു അൻഹും അബ്ദുല്ലാഹ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു അടങ്ങുന്ന സ്വഹാബാക്കൾ പലരും മക്കയിലേക്ക് പലായനം ചെയ്തു. നാടുവിടേണ്ടി വന്നു. കാരണം പിന്നെ ദ്രോഹമായിരിക്കും. കാരണം ഈ ഇസ്ലാമിക ചരിത്രത്തിൽ ഇത്രമാത്രം സങ്കടകരമായ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടിയെ ദ്രോഹിച്ചത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ സ്നേഹിക്കാനും അവരുടെ മദ്ഹ് പറയാനും അവരനുഭവിച്ച പീഡനങ്ങളും ആ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ആ വിഷമങ്ങളൊക്കെ നേരിട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ഖൽബ് കൊണ്ട് സ്നേഹിച്ച് അവരോട് കൂടി സ്വർഗ്ഗത്തിൽ കടക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ചുരുക്കി പറയപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു അതുപോലെ തന്നെ സഹാബാക്കൾ പലരും മക്കയിലേക്ക് പലായനം ചെയ്തു. പക്ഷേ ഇവിടെയും ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്തുകൊണ്ട് ബൈഅത്ത് ചെയ്തില്ല? ഹുസൈൻ റളിയല്ലാഹു അൻഹു അധികാരമോഹിയായതുകൊണ്ടാണ് യസീദിനെ ബൈഅത്ത് ചെയ്യാത്തത് എന്നാണ് വഹാബികളടങ്ങുന്ന പലരും ഇന്നും പ്രചരിപ്പിക്കുന്നത്. എന്നിട്ട് പറയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട്, മൻ മാത വലൈസ ഫീ ഉനുഖിഹി ബൈഅത്തുൻ മാത മീതതൻ ജാഹിലിയാൻ. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, ഒരു ഖലീഫ വന്നു, എന്നിട്ട് എല്ലാവരും ബൈഅത്ത് ചെയ്യുന്ന സമയത്ത് ആ ഖലീഫയെ, ആ ഖിലാഫത്തിനെ അംഗീകരിക്കാത്ത, ബൈഅത്ത് ചെയ്യാതെ ഒരാൾ നിന്നു കഴിഞ്ഞാൽ, അങ്ങനെ നിന്നാൽ മാതമീതതൻ ജാഹിലിയ, അവൻ ജാഹിലിയത്തിന്റെ മരണമാണ് മരിക്കുക എന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നബിതങ്ങൾ പറഞ്ഞിരിക്കെ നബിതങ്ങളുടെ പേരക്കുട്ടി ബൈഅത്ത് ചെയ്യാതിരിക്കുക എന്നത് വളരെ മോശമല്ലേ എന്ന രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെതിരെ പറയുമ്പോൾ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്,
അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടി ഹുസൈൻ റളിയല്ലാഹു അൻഹു ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് അത് ഉപ്പാപ്പ പറഞ്ഞത് തന്നെയാണ്, പക്ഷെ റസൂലുള്ള പറഞ്ഞത് തന്നെയാണ്. പക്ഷെ ആരാണ് ഖിലാഫത്തിന് അധികാരമുള്ള, ഖിലാഫത്തിന് അർഹരായ ആളുകൾ ഖിലാഫത്ത് ഏറ്റെടുത്താൽ അവരെ ബൈഅത്ത് ചെയ്യാതിരിക്കുമ്പോഴാണ് പ്രശ്നം. കാനൽ അമവിയൂന യഹരിസൂന അലൈഹി. എന്നാൽ അമവിയാക്കൾ യസീദ് അടക്കമുള്ളവരെ അലച്ചയായിരുന്നു, അധികാരത്തിന് വേണ്ടി വ്യാമോഹമായിരുന്നു. മാത്രമല്ല യസീദ് തെമ്മാടിയാണ് എന്നതിൽ ലോക ഉലമാക്കൾ ഏകോപിച്ചു പറഞ്ഞതാണ്. യസീദ് തെമ്മാടിയാ, പിന്നെങ്ങനെ ബൈഅത്ത് ചെയ്യാ? അള്ളാഹിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടി ആലിമായ സാഹിദായ അള്ളാഹുവിന്റെ ഹബീബിന്റെ ചുടുചുംബനങ്ങൾ ഏറ്റുവാങ്ങിയ അള്ളാഹുവിന്റെ ഹബീബ് ഇത് നേതാവാണ്, അള്ളാഹുവേ നീ ഈ കുട്ടിയെ സ്നേഹിക്കണേ, ഞാൻ ഈ കുട്ടിയെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു യസീദ് എന്ന തെമ്മാടിയെ ബൈഅത്ത് ചെയ്യുകയാവും. എങ്ങനെയാ നടക്കുക? അതുകൊണ്ടല്ലേ ധീരനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മോനല്ലേ, ആര് പറഞ്ഞാലും അള്ളാഹിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടി ബൈഅത്ത് ചെയ്തില്ല എന്ന് മാത്രമല്ല ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു. കാരണം യസീദ് തെമ്മാടി എന്ന് മാത്രമല്ല കാഫിറാണ് എന്ന് പറഞ്ഞ ഉലമാക്കൾ വരെയുണ്ട്. നോക്കണേ, യസീദ് ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. യസീദിന്റെ പേര് കേൾക്കുമ്പോൾ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയണോ പറയണ്ടയോ എന്ന് അഭിപ്രായ വ്യത്യാസ. തെമ്മാടി എന്നതിൽ യാതൊരു സംശയമില്ല. ഈ യസീദിനെ വരെ നന്നാക്കുന്ന ആളുകൾ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട്. ആര്? ഈ വഹാബികൾ എന്ന് പറയുന്ന. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്ത് സലാമത്താക്കട്ടെ, അള്ളാഹു കാത്ത് സലാമത്താക്കട്ടെ. വഹാബികളും അവർക്ക് ചൂട്ടുപിടിക്കുന്ന കുറെ അല്ലേ, ചിലപ്പം തലയിക്കെട്ട് കെട്ടിയിട്ടും പറയുന്നുണ്ടാവും, തലയിക്കെട്ട് കെട്ടിയിട്ടും പറയും യസീദിന് അങ്ങനെ കുറ്റമൊന്നും പറഞ്ഞുകൂടാട്ടാ, നല്ല പിള്ളയാക്കാൻ നോക്കുക. കാരണം ഹുസൈൻ റളിയല്ലാഹു അഹ്ലു ബൈത്തിനോട് എങ്ങനെയെങ്കിലും ചെറിയൊരു വെറുപ്പുള്ളവര് യസീദിനെ നന്നാക്കാൻ നോക്കും. അള്ളാഹു കാത്ത് സലാമത്താക്കട്ടെ. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു മക്കയിലാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു ഒരു റജബിൽ അങ്ങോട്ട് പുറപ്പെട്ടു. പിന്നെ 4 മാസം മക്കയിൽ താമസിച്ചു. മക്കയിൽ താമസിക്കുന്ന സമയത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തേക്ക് ആളുകൾ വരാൻ തുടങ്ങി. കാരണം യസീദ് ഭരണം ഏറ്റെടുത്തു കഴിഞ്ഞാൽ മുസ്ലിമീങ്ങൾക്ക് വല്ലാത്ത പ്രശ്നമാണ്. അതുകൊണ്ട് പല ഭാഗത്തു നിന്നും ആളുകൾ വന്നിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് പറയാൻ, നിങ്ങൾ നേതൃത്വം നൽകിയാൽ, നിങ്ങൾ നിന്നാൽ നിങ്ങളെ ബൈഅത്ത് ചെയ്യാൻ ഞങ്ങളൊക്കെ തയ്യാറാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു എല്ലാത്തിനെ തൊട്ടും മാറി നിൽക്കുന്ന സമയത്തും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലേക്ക് ആളുകൾ വന്നുകൊണ്ടേയിരുന്നു. കൂഫയിൽ നിന്ന് 150 കത്തുകൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് തുടർച്ചയായി വന്നുകൊണ്ടിരുന്നു. ഇത്ര 150 കത്തുകൾ. 150 കത്തുകൾ വരിക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. ഒന്ന് നോക്കണേ, ഒരു കത്തുമായി കൂഫയിൽ നിന്ന് മക്കയിലേക്ക് ഒരാളെ അയക്കണം. ഒരു കത്ത് വരണമെങ്കിൽ അവിടുന്ന് ഒട്ടകപ്പുറത്തോ കുതിരപ്പുറത്തോ യാത്ര ചെയ്യണം. അങ്ങനെ 150 കത്തുകൾ വന്നു 4 മാസത്തിന്റെ ഇടക്ക് എന്ന് പറഞ്ഞാൽ എത്ര ഗൗരവത്തിലാ. എന്താ പറയുന്നത്? നിങ്ങൾ കൂഫയിലേക്ക് വരണം, അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടിയായ ഹുസൈൻ തങ്ങളെ നിങ്ങൾ കൂഫയിലേക്ക് വരണം. നിങ്ങൾ വന്നാൽ നിങ്ങൾ ബൈഅത്ത് ചെയ്യും. നിങ്ങൾ ആലിമാണ്, അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടിയാണ്, അഹ്ലു ബൈത്താണ്, നിങ്ങൾ ഞങ്ങളുടെ നേതാവാണ്. അതുകൊണ്ട് തന്നെ യസീദിന്റെ ഭരണം ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല, യസീദിന്റെ കീഴിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ കൂഫയിലേക്ക് വരണമെന്ന് പറഞ്ഞ് നിരന്തരം കത്തുകൾ അയച്ചപ്പോ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു ആദ്യമായി ചെയ്യുന്നത് എന്താണ്? അവരുടെ വാസ്തവം എന്തെന്നറിയാൻ മുസ്ലിം ഇബ്നു അഖീൽ റളിയല്ലാഹു അൻഹുവിനെ ഉടനെ തന്നെ കൂഫയിലേക്ക് അയക്കുകയാണ്. ചരിത്രം പറയുന്നു, മുസ്ലിം റളിയല്ലാഹു അൻഹുവിനെ കൂഫയിലേക്ക് മക്കയിൽ നിന്ന് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു പ്രതിനിധിയായി അയക്കാണ്. പറയുന്നത് ശരിയോ നോക്കണമല്ലോ. കൂഫക്കാർ കുറെ കത്തയച്ചു. അപ്പൊ അവിടുത്തെ സംഭവം എന്താണെന്നറിയണമല്ലോ. മഹാനായ മുസ്ലിം റളിയല്ലാഹു അൻഹുവിനെ അയക്കുന്ന സമയത്ത് തന്നെ ആദ്യം ഒന്ന് വിമുഖത കാണിച്ചു. മാത്രമല്ല മുസ്ലിം റളിയല്ലാഹു അൻഹുവിന് വഴി കാണിച്ചു കൊടുക്കാൻ 2 ആളെ അയച്ചിരുന്നു. 2 ആളും വഴിയിൽ നിന്ന് മരണപ്പെട്ടു. അപ്പൊ മുസ്ലിം റളിയല്ലാഹു അൻഹു തിരിച്ചു കത്തയച്ചു, മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ തിരിച്ചു വരട്ടെ, ഇനി പോണോ എന്ന് വെച്ചു. അപ്പം പറഞ്ഞു, നിങ്ങൾ അയച്ചത് കൂഫയുടെ സ്ഥിതി വിവരങ്ങൾ അറിയാൻ വേണ്ടിയാണ്. കൂഫയിൽ നിന്ന് നിരന്തരമായി ആളുകൾ എന്നെ ക്ഷണിച്ചുകൊണ്ട് കത്തുകൾ അയക്കുന്നു. അവിടുത്തെ സ്ഥിതി എന്ത്, അവിടെ പോകണോ പോകണ്ടയോ എന്ന് തീരുമാനിക്കാനാണ്. നിങ്ങൾ കൂഫയിൽ പോകണം, എന്നിട്ട് അവിടുന്ന് വിവരങ്ങൾ എനിക്ക് കത്തായി അയക്കണം. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശപ്രകാരം മുസ്ലിം ഇബ്നു അഖീൽ റളിയല്ലാഹു അൻഹു കൂഫയിലേക്ക് പോയി. കൂഫയിൽ ആ സമയത്ത് എത്തുന്ന സമയത്ത് ഡമസ്കസിലാണ് യസീദിന്റെ തലസ്ഥാനം. യസീദ് എന്ന് പറയുന്ന അന്നത്തെ ഖലീഫയായ യസീദ് ഡമസ്കസിലാണ് ഭരണചക്രം കറക്കിക്കൊണ്ട് ഭരണം നടത്തുന്നത്.
ആ സമയത്ത് കൂഫയിലെ ഗവർണർ പഴയ സ്വഹാബിവര്യനായിരുന്ന മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് തന്നെ അലി റളിയല്ലാഹു അൻഹുവുമായി ബന്ധമുള്ള നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു ആയിരുന്നു അന്ന് കൂഫയിലെ ഗവർണർ. ഖിലാഫത്തിന്റെ കീഴിലുള്ള ഒരു ഗവർണർ ആയിരുന്നു കൂഫയിലെ ഗവർണർ, മഹാനായ നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു. പക്ഷേ അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടി വന്നു കഴിഞ്ഞാൽ നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു പോയിട്ട് ബൈഅത്ത് ചെയ്യും, അതിലൊന്നും സംശയമില്ല. അതുകൊണ്ട് തന്നെ മഹാനായ മുസ്ലിം ഇബ്നു അഖീൽ റളിയല്ലാഹു അൻഹു ഗവർണറായ കൂഫയിലെ ഗവർണറായ നുഅ്മാൻ ഇബ്നു ബഷീറിന്റെ ആ നാട്ടിലെത്തിയപ്പോഴും നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു ഒരു എതിർപ്പും കാണിച്ചിട്ടില്ല. മാത്രമല്ല ഫലമ്മാ ബലഗ അഹ്ലുൽ കൂഫ, കൂഫക്കാർക്കൊരു വാർത്ത കിട്ടി. എന്ത്? ഖുദൂമ മുസ്ലിം ഇബ്നു അഖീൽ, മുസ്ലിം ഇബ്നു അഖീൽ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഹബീബിന്റെ പൊന്നാര മോനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പ്രതിനിധിയായി മുസ്ലിം റളിയല്ലാഹു അൻഹു കൂഫയിലെത്തിയെന്നറിഞ്ഞപ്പോ ഖദിമു ഇലൈഹി, നാട്ടുകാരെല്ലാം കൂഫക്കാരെല്ലാം ഒരുമിച്ച് കൂടി മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തേക്ക് വന്നു. ഫബായഉ 12,000 ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് ബൈഅത്ത് ചെയ്തു. ഞങ്ങളിതാ അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരക്കുട്ടിയായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖലീഫയായ പ്രതിനിധിയായ മുസ്ലിം റളിയല്ലാഹു അൻഹുവിനെ 12,000 ആളുകൾ ഒരുമിച്ച് കൂടി അവിടെ നിന്ന് ബൈഅത്ത് ചെയ്തു എന്ന് മാത്രമല്ല 18,000 ആണ് എന്നും അഭിപ്രായം പറയുന്നുണ്ട്. 18,000 ആളുകൾ ഒന്നിച്ച് ബൈഅത്ത് ചെയ്തു ചരിത്രത്തിൽ കാണാം. ഇനി 12,000 ബൈഅത്ത് ചെയ്ത ആളുകള് ഓരോ കുടുംബത്തിൽ നിന്ന് ഓരോ ആളുകളായിരുന്നു എന്നും ചരിത്രം പറയുന്നു. അപ്പോ അവരുടെ കുടുംബമൊക്കെ ഒരു വീട്ടിൽ നിന്ന് ഒരാള്, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ നിന്ന് ഒരു തറവാട്ടിൽ നിന്ന് ഒരാള്, അങ്ങനെ 12,000 ആണെങ്കിൽ എത്ര ആളുകൾ പിന്നിലുണ്ട്? ഇത്രമാത്രം ആളുകൾ ബൈഅത്ത് ചെയ്തപ്പോൾ മുസ്ലിം റളിയല്ലാഹു അൻഹു സംശയിച്ചിട്ടില്ല. കാരണം കൂഫക്കാരൊക്കെ കൂടെയാണ്. അതുകൊണ്ട് ഇവിടെ സ്ഥിതിയൊക്കെ നല്ല മനോഹരമാണ്. നിങ്ങൾ വന്നാൽ ബൈഅത്ത് ചെയ്യാൻ, ഗവർണറാകാൻ, അല്ലെങ്കിൽ ഖിലാഫത്ത് നിങ്ങളെ ഏൽപ്പിക്കാൻ ഈ നാട്ടുകാർ തയ്യാറാണ് എന്ന് മഹാനായ മുസ്ലിം റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ ഉടനെ തന്നെ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു പുറപ്പെടാൻ തയ്യാറാവുകയാണ്. പക്ഷേ സഹാബാക്കളായ പലരുമുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റളിയല്ലാഹു അൻഹു മദീനയിലാണ് ഉള്ളത്. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൂഫയിലേക്ക് പോകുമെന്നറിഞ്ഞപ്പോ മക്കയിലേക്ക് കത്തെഴുതുകയാണ്. നിങ്ങൾ പോകാൻ പാടില്ല, ഹുസൈൻ തങ്ങളെ നിങ്ങൾ പോകാൻ പാടില്ല. നിങ്ങളുടെ ഉപ്പയായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കൂഫക്കാരി ഇതുപോലെ വിളിച്ചു വരുത്തിയിട്ട് ചതിച്ചവരാണ്. അതുകൊണ്ട് നിങ്ങൾ പോകാൻ പാടില്ലെന്ന് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കത്തെഴുതുകയാണ്. സഹാബാക്കളൊക്കെ തടയാൻ നോക്കി, പരമാവധി തടഞ്ഞു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് പോകാൻ പാടില്ല, കൂഫക്കാര് ചതിയന്മാരാണ്, അവർ ചതിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടി വിശ്വാസവഞ്ചന നടത്തുന്നവരല്ലല്ലോ. 150 കത്തുകൾ വന്നു, പ്രതിനിധിയെ അയച്ചു, അവർ സമ്മതിച്ചു. ഇനി പോകാതിരിക്കാൻ നിർവാഹമില്ല. അവരെത്രത്തോളം എന്നാൽ അവര് പറഞ്ഞത് അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾക്കെതിരെ ഞങ്ങൾ പരാതി പറയുമെന്ന് വരെ കത്തിലുണ്ടായിരുന്നു. നിങ്ങളിപ്പോ വന്നിട്ടില്ലെങ്കിൽ തെമ്മാടിയായ ഭരണാധികാരി നാട് ഭരിക്കുന്ന സമയത്ത് അതിനെതിരായി നിങ്ങൾ ഖിലാഫത്ത് ഏറ്റെടുക്കണമെന്ന് പറയുമ്പോ ഏറ്റെടുക്കാതെ പോയാൽ ഹബീബിന്റെ പേരക്കുട്ടിയായ നിങ്ങൾക്കെതിരെ ഞങ്ങൾ റബ്ബിന്റെ മുമ്പിൽ പരാതി പറയുമെന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടി അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് പോകാൻ തയ്യാറാകുമ്പോ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറയുകയാണ്, പൊന്ന് എന്റെ പ്രിയപ്പെട്ട അമ്മിൻ മകനായ ഹുസൈൻ തങ്ങളെ നിങ്ങൾ പോകാൻ പാടില്ല. എല്ലാവരും പറയാം നിങ്ങൾ പോകാൻ പാടില്ല, കൂഫയിൽ പോകാൻ പാടില്ല, കൂഫക്കാർ ചതിയന്മാരാണ്, അവർ ചതിക്കും, അതുകൊണ്ട് പോകാൻ പാടില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആവർത്തിച്ചു പറഞ്ഞു, പരമാവധി പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ യമനിലേക്ക് പോയിക്കോ, യമനികള് മുഅ്മിനീങ്ങളും സാധുക്കളുമാണ്, അവരുടെ അടുത്തേക്ക് നിങ്ങൾ പോയിക്കോ, അവിടെ പോയി കഴിഞ്ഞാൽ അവർ ബൈഅത്ത് ചെയ്യുമല്ലോ എന്ന് പറഞ്ഞു. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ആഗ്രഹിച്ചു പോയതല്ല. ഇവിടെയാണ് വളരെ ശ്രദ്ധിക്കണേ, ഇവിടെയാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു ഖിലാഫത്തിന് ആഗ്രഹിച്ചു പോയതാണ് എന്ന സ്വരം പല തലൈക്കെട്ടുധാരികളും ഇങ്ങനെ ചരിത്രം പറയുന്ന സമയത്ത് വഹാബികളുടെ ഗ്രന്ഥങ്ങൾ വായിച്ചിട്ട് അല്ലെങ്കിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഖിലാഫത്തിന് ആഗ്രഹിച്ചു പോയതാണ് എന്ന് വരുത്തി തീർക്കുന്ന രീതിയിൽ ചരിത്ര അവതരണങ്ങൾ നടക്കുന്ന സമയത്ത് നാം മനസ്സിലാക്കേണ്ടത്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഹുസൈനോരെ നിങ്ങൾ ഒരിക്കലും കൂഫയിലേക്ക് പോകണ്ട, നിങ്ങൾ യമനിലേക്ക് പോയിക്കോ, നിങ്ങൾക്ക് ഖിലാഫത്ത് അവിടെയുള്ള യമനികൾ ഒരിക്കലും നിങ്ങളെ ചതിക്കില്ല, അവർ നിങ്ങളെ ബൈഅത്ത് ചെയ്തു. ഞാൻ
ഞാൻ അല്ലാഹുവിനോട് ഇസ്തിഖാറത്ത് ചെയ്തിരിക്കുന്നു. ഇനി എന്ത് സംഭവിച്ചാലും എനിക്ക് പ്രശ്നമില്ല, ഇനി എന്ത് സംഭവിച്ചാലും എനിക്ക് പ്രശ്നമില്ല. കാരണം അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടിക്ക് ഇവിടെ പറഞ്ഞ വാക്ക് പാലിക്കലാണ്. കാരണം മുസ്ലിമീങ്ങളായ ആളുകൾ 150ഓളം കത്തുകൾ അയച്ചിട്ട് പ്രതിനിധിയെ അയച്ചപ്പോ സമ്മതിക്കുകയും ചെയ്തു, ബൈഅത്ത് ചെയ്തപ്പോ ഇനി അവരോട് വിശ്വാസവഞ്ചന നടത്താൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു തയ്യാറായില്ല. അതുകൊണ്ട് ഇബ്നു അബ്ബാസ് തങ്ങളോട് പറഞ്ഞു, ഞാൻ അല്ലാഹുവിനോട് ഇസ്തിഖാറത്ത് ചെയ്തിട്ടുണ്ട്, ഇനി വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ട് കൂഫയിലേക്ക് പുറപ്പെടുകയാണ്. 32 കുതിരപ്പടയാളികളും 40 കാലാൾപ്പടയാളികളും കുടുംബമുണ്ട് കൂടെ. അഹ്ലു ബൈത്തിലെ എല്ലാ കണ്ണികളുണ്ട്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയും മക്കളുണ്ട്, ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയും മക്കളുണ്ട്, പെങ്ങളുണ്ട്, അതുപോലെ തന്നെ അവരെ മക്കളുണ്ട്. ഈ സ്ത്രീകളും അതുപോലെ കുട്ടികളും അടങ്ങുന്ന ഒരു സംഘം 72 ആളുകൾ പുറപ്പെടുകയാണ് എവിടത്തേക്ക്? കൂഫയിലേക്ക്. കാരണം മുസ്ലിം റളിയല്ലാഹുവിന് പ്രതിനിധി കത്തയച്ചിട്ടുണ്ട്, നിങ്ങൾ വന്നോ, ഇവിടെ പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് റമദാനിന് ശേഷം 4 മാസത്തിന് ശേഷം മക്കയിൽ നിന്ന് പുറപ്പെടുകയാണ് കൂഫയിലേക്ക്. ഈ സമയത്ത് ഡമസ്കസിലേക്ക് വിവരം അറിയിച്ചു കൊടുത്തു. കാരണം നുഅ്മാൻ ഇബ്നു ബഷീർ എന്ന രാജാവ് അഥവാ ഖലീഫ് പ്രതിനിധിയായ അഥവാ അന്ന് കൂഫയുടെ ഗവർണറായിരുന്ന നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു മുസ്ലിം റളിയല്ലാഹു അൻഹു വന്നപ്പോൾ അതിനെതിരെ ഒന്നും പറയാതെ അനുകൂലമായി നിന്ന സമയത്ത് യസീദിനും ഏത് നാട്ടിലും ഉണ്ടാവുമല്ലോ യസീദിന് അനുകൂലികളും ആ നാട്ടിലുണ്ടായിരുന്നു. യസീദിന് വിവരം കൊടുത്തു ഡമസ്കസിലേക്ക്, ഇങ്ങനെ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൂഫയിലേക്ക് വരുന്നുണ്ട് എന്ന് അറിയിച്ചു കൊടുത്തു. യസീദിനറിയാം ഹുസൈൻ തങ്ങളെങ്ങാനും കൂഫയിലെത്തിക്കഴിഞ്ഞാൽ ഉടനെ നാട് മുഴുവൻ എന്താവും? അവർക്ക് ബൈഅത്ത് ചെയ്യും. പിന്നെന്താവും? യസീദിന്റെ കയ്യിൽ നിന്ന് കൂഫ പോകും. അലി റളിയല്ലാഹുവിന്റെ കാലത്ത് തലസ്ഥാനമായ ആ ഭാഗങ്ങളൊക്കെ നഷ്ടപ്പെടും എന്ന് ഡമസ്കസിലിരുന്ന് യസീദ് മനസ്സിലാക്കിയിട്ട് യസീദ് ആദ്യം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൂഫയിലേക്ക് പുതിയ ഗവർണർ നിശ്ചയിച്ചു. നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹുവിനെ ആ സ്ഥാനത്ത് നീക്കം ചെയ്തു. എന്നിട്ടോ അന്ന് ബസ്രയിലെ ഗവർണറായിരുന്ന ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് എന്ന് പറയുന്ന തെമ്മാടി ഉണ്ടായിരുന്നു. തെമ്മാടി എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാൻ മടിക്കാത്തൊരു തെമ്മാടിയായിരുന്നു. ഏറ്റവും കൂടുതൽ ജനങ്ങളെ ദ്രോഹിച്ച ഒരു ഭരണാധികാരിയായിരുന്നു ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് എന്ന് പറയുന്ന തെമ്മാടി. അങ്ങനെ ഉബൈദുല്ലാഹ് ഇബ്നു സിയാദിനെ ബസറയിലെ ഗവർണർക്ക് ഒരു സ്ഥാനം കൂടെ കിട്ടി. സ്ഥാനം കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യാൻ മടിക്കാത്തവരല്ലേ ചില ആളുകൾ. സ്ഥാനം ഒന്നും കൂടെ കിട്ടും, ബസറന്റെ ഗവർണറായിട്ടും കിട്ടും, അടുത്തത് കൂഫയും കൂടെ കിട്ടും. ഉടനെ തന്നെ യസീദിനോട് സ്നേഹം കൊണ്ടൊന്നുമല്ല, അല്ലെങ്കിൽ ഇവർ രണ്ടാളും ചങ്കായിട്ടൊന്നുമല്ല, പക്ഷെ യസീദിന് പറ്റിയ ആള് ഉബൈദാണ്, ഉബൈദുല്ലാഹ് ഇബ്നു സിയാദാണ് പറ്റിയ ആള്. അതുകൊണ്ട് യസീദ് ആദ്യമായി എത്തുന്നത് ബസറന്റെ ഗവർണറെ കൂഫയിലേക്ക് നിയോഗിക്കുകയാണ്. അങ്ങനെ ബസറയിലെ ഗവർണർ ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് ഉടനെ തന്നെ കൂഫയിലേക്ക് പുറപ്പെട്ടു. ഈ സമയത്ത് മക്കയിൽ നിന്ന് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു കുടുംബവും അതുപോലെ തന്നെ കൂടെയുള്ളവരും കൂഫയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൂഫയിൽ എത്തുന്നതിന് മുമ്പേ ഉണ്ടാക്കി അതിവേഗത്തില് ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് കൂഫയിലേക്ക് പുറപ്പെടുകയാണ്. കൂഫയിലേക്ക് പുറപ്പെടുന്ന രംഗം പറയുന്നുണ്ട്. ഹിജാസികളുടെ അഥവാ മദീനക്കാരും മക്കക്കാരും ഇടുന്ന രീതിയിലുള്ള തലയിക്കെട്ടും അതുപോലെയുള്ള വസ്ത്രവും ധരിച്ചു. എന്നിട്ടാണ് ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് കൂഫയിലേക്ക് പോകുന്നത്. കാരണം എന്തെന്ന് പറഞ്ഞാല് ഉബൈദുല്ലാഹ് ഇബ്നു സിയാദിനെ അറിയാം, എല്ലാവരും ഹുസൈൻ റളിയല്ലാഹു അൻഹു പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പൊ അവിടുത്തെ സ്റ്റാറ്റസ് അറിയണം, എന്താണ് ജനങ്ങളുടെ മനസ്സിലുള്ളത് എന്നറിയാൻ വേണ്ടി ഒരു തന്ത്രം പ്രയോഗിക്കുകയാണ്. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഏത് രൂപത്തിലാണോ വരുന്നത് ആ രൂപത്തിൽ വേഷം മാറിക്കൊണ്ട് ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് കൂഫയിലേക്ക് എത്തുകയാണ്. കൂഫയിലെത്തുന്ന സമയത്ത് കൂടെ അല്പം ആളുകളുണ്ട്. കൂഫക്കാരൊക്കെ പെട്ടെന്ന് കാണുന്ന സമയത്ത് അതുവരെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കാണാത്ത പ്രതീക്ഷയോടെ ഹബീബിന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടിയെ പ്രതീക്ഷിച്ചു നിൽക്കുന്ന കൂഫക്കാര് ഉബൈദുല്ലാഹ് ഇബ്നു സിയാദിന്റെ ഹിജാസിയുടെ വേഷത്തിൽ കണ്ടപ്പോ മർഹബൻ ബി ഇബ്നി ബിൻതി റസൂലില്ലാഹ്,
അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീവിയുടെ പൊന്നുമോനായ ഹുസൈൻ തങ്ങളെ സ്വാഗതം സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് ഉബൈദുല്ലാഹ് ഇബ്നു സിയാദിനെ സ്വീകരിക്കുന്ന സമയത്ത് ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് കൂടുകയാണ്. അള്ളാഹിന്റെ ഹബീബിന്റെ പേരക്കുട്ടിയല്ലേ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് ആളുകൾ ഒരുമിച്ച് കൂടുമ്പോ നേരത്തെ ഉബൈദുല്ലാഹ് ഇബ്നു സിയാദിനെ അറിയുന്ന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ അറിയുന്ന ഒരാളുണ്ടായിരുന്നു. ഉറക്കെ പറഞ്ഞല്ലോ, ഫാത്തിമാന്റെ പൊന്നുമോനെ സ്വീകരിക്കുന്നത് പോലെ മർജാനാന്റെ മകനെ സ്വീകരിക്കുകയോ? എന്തേ കൂഫക്കാരെ നിങ്ങൾക്ക് പറ്റിയത്? ഫാത്തിമ ബീവിയുടെ പൊന്നുമോനെ സ്വീകരിക്കുന്നത് പോലെ, ഫാത്തിമ ബീവിയുടെ പൊന്നുമോനെ നിങ്ങൾ സ്വീകരിക്കുന്നത് പോലെ മർജാനാന്റെ മകനായ ഉബൈദുല്ലാഹിനെ സ്വീകരിക്കുകയോ? എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോ ജനങ്ങൾ കൂട്ടം കൂട്ടമായി പിരിഞ്ഞു പോകാൻ തുടങ്ങി. ജനങ്ങൾ പിന്നെ കൂട്ടം കൂട്ടായി പിരിഞ്ഞുപോയി. ഇത് ഹുസൈൻ റളിയല്ലാഹു അൻഹു അല്ല എന്നറിഞ്ഞപ്പോ ആളുകൾ തിരിഞ്ഞു നടന്നു. ഇത് ഉബൈദുല്ലാഹ് ഇബ്നു സിയാദിന് മനസ്സിലായി, രംഗം വഷളാണ്. ഇവിടെ ഒരിക്കലും എന്താകാൻ പറ്റൂല, ഹുസൈൻ റളിയല്ലാഹു അൻഹു കൂഫയിൽ എത്താൻ പാടില്ല. ഇതായിരുന്നു അടുത്ത ആദ്യത്തെ തീരുമാനം. കാരണം ഹുസൈൻ റളിയല്ലാഹു അൻഹു അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇബ്നു സിയാദിനും മാത്രമല്ല, ഇബ്നു സിയാദിന് എന്താവും, കൂഫന്റെ ഗവർണർ സ്ഥാനവും നഷ്ടപ്പെടും. അല്ല, സ്ഥാനാണ് എല്ലാവർക്കും പ്രശ്നം, സ്ഥാനം നഷ്ടപ്പെടും. അതുകൊണ്ട് കൂഫയിലേക്ക് ഒരിക്കലും ഹുസൈൻ റളിയല്ലാഹു അൻഹു എത്താൻ പാടില്ല. ഇതായിരുന്നു ഇബ്നു സിയാദിന്റെ തീരുമാനം. നേരെ പോയി ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് നേരെ പോയിട്ട് അന്ന് ഗവർണറായിരുന്ന നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹുവിന്റെ ചാരത്തേക്ക് പോയി. എന്നിട്ട് നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങളെ മാറ്റിയിട്ടുണ്ട്, ഇനി ഗവർണർ ഞാനാണ്, ഇനി ഞാനാ ഗവർണർ. അങ്ങനെ ഗവർണർ സ്ഥാനം ഏറ്റെടുത്തു. യസീദ് ആദ്യം തന്നെ, അഥവാ ഡമസ്കസിലുള്ള ഖലീഫയായ യസീദ് ആദ്യം തന്നെ ഉബൈദുല്ലാഹ് ഇബ്നു സിയാദിന് കൊടുക്കുന്ന നിർദ്ദേശം എന്ന് പറഞ്ഞാൽ, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു പ്രതിനിധി മുസ്ലിം റളിയല്ലാഹു അൻഹു എവിടെ ഉണ്ട്? കൂഫയിലുണ്ട്. അതുകൊണ്ട് ആദ്യം മുസ്ലിം ഇബ്നു അഖീലിനെ പിടിക്കണം. ആദ്യം മുസ്ലിം ഇബ്നു അഖീൽ റളിയല്ലാഹു അൻഹുവിനെ പിടിക്കണം. എന്നിട്ട് ഒന്നുകിൽ കൊല്ലണം, അല്ലെങ്കിൽ നാട് കടത്തണം. ഇതാണ് ഇബ്നു സിയാദിനോട് യസീദ് എന്ന് പറയുന്ന തെമ്മാടി ആദ്യമായി നിർദ്ദേശിച്ചത്. എന്നിട്ട് ഇബ്നു സിയാദ് ഗവർണർ സ്ഥാനം ഏറ്റെടുത്തു. എല്ലാവരെയും വിളിച്ചുകൂട്ടി, ജനങ്ങളെല്ലാവരെയും വിളിച്ചുകൂട്ടി, നേതാക്കളെയൊക്കെ വിളിച്ചുകൂട്ടിയിട്ട് പറഞ്ഞു, ഇനി ഞാനാ ഗവർണർ. അതുകൊണ്ട് തന്നെ എല്ലാവരും അംഗീകരിക്കണം. നേതൃസംഗമങ്ങൾ വിളിച്ചു, എല്ലാവരെയും വിളിച്ചു വരുത്തി, പല യോഗങ്ങൾ ഉണ്ടാക്കി. എന്നിട്ടോ ആളുകൾക്കിടയിൽ അന്വേഷണം തുടങ്ങി. പതിയെ പതിയെ മുസ്ലിം ഇബ്നു അഖീലിനെ കൂഫ എന്ന വലിയ നഗരത്തിൽ എവിടെ പോയി തിരയാനാണ്? അവസാനം മുസ്ലിം റളിയല്ലാഹു അൻഹുവിനെ തിരയാൻ വേണ്ടി ആളുകളെ നിയോഗിക്കുകയാണ് ഇബ്നു സിയാദ്. ഇബ്നു സിയാദ് മഹാനായ മുസ്ലിം റളിയല്ലാഹു അൻഹുവിനെ തിരയുകയാണ്. ആദ്യമായി നാട്ടിലുള്ള പലരെയും സമ്പത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആദർശം വിടുന്ന ആളുകൾ, ഏത് നാട്ടിലും സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കുന്ന, സമ്പത്ത് ആഗ്രഹിക്കുന്ന ആളുകൾ ഇബ്നു സിയാദിന്റെ സമ്പത്തിന്റെ മുമ്പിൽ, യസീദിന്റെ സമ്പത്തിന്റെ മുമ്പിലും സ്ഥാനങ്ങൾക്ക് മുമ്പിലും പലരും കാലുമാറി. ഇതുവരെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കത്തയച്ചു കൊണ്ടുവന്ന ആളുകൾ പലരും കാലുവാരി. പിന്നെ മുസ്ലിം റളിയല്ലാഹു അൻഹുവിനെ കൂടെ നിന്നില്ല, പലരും മാറി നിന്നു. ഇനി മാറി നിൽക്കാതെ ഈമാനോടുകൂടി പിടിച്ചു നിൽക്കുന്നവരെ ഇബ്നു സിയാദിന്റെ പട്ടാളത്തിന്റെ വാളിന്റെ മുമ്പിൽ പാവപ്പെട്ട പലരും മാറേണ്ടി വന്നു. അതുകൊണ്ട് അവസാനമായി ഇനി മുസ്ലിം റളിയല്ലാഹു അൻഹുവിനെ പിടിക്കണം. മുഖ്താർ ഇബ്നു അബീദ് എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിലായിരുന്നു മഹാനായ മുസ്ലിം റളിയല്ലാഹു അൻഹു ഉണ്ടായത്. മുഖ്താർ ഇബ്നു അബീദ് പറഞ്ഞു, ഇനി എന്റെ വീട്ടിൽ നിന്നാൽ എന്നെ ഇബ്നു സിയാദ് കൊല്ലും, അതുകൊണ്ട് നിങ്ങൾ നിൽക്കുന്നത് വല്ലാത്ത പ്രയാസപ്പെടുത്തുമെന്ന് പറഞ്ഞപ്പോ മഹാനായ മുസ്ലിം റളിയല്ലാഹു അൻഹു അവിടുന്ന് ഇറങ്ങി പുറപ്പെടുകയാണ്. ആ സമയത്ത് ഹാനി ഇബ്നു ഉർവ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരക്കുട്ടികളെ അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹം കാരണം പറഞ്ഞു, ഞാൻ മരിച്ചാലും നിങ്ങളെ ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് രഹസ്യമായി ഹാനി റളിയല്ലാഹു അൻഹു മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ തന്റെ വീട്ടിലേക്ക് താമസാക്കിപ്പിച്ചു. അവിടെ രഹസ്യമായി ഒളിപ്പിച്ചു. ഒരിക്കലും ഇബ്നു സിയാദിന് കിട്ടുന്നില്ല മുസ്ലിം റളിയല്ലാഹു അൻഹുവിനെ. പിന്നെ മുസ്ലിം റളിയല്ലാഹു അൻഹുവിനെ കണ്ടുപിടിക്കാൻ ഇബ്നു സിയാദ് ചെയ്തത്, കൂട്ടത്തിൽ നിന്ന് വന്ന കുറച്ച് ആളുകൾ ആരെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു? ഇബ്നു സിയാദിന്റെ കൂടെ ബസ്രയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അവരെ കൂഫക്കാർക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് ബസ്രയിൽ നിന്ന് വന്ന മർക്കല് എന്ന് പറയുന്ന ഒരാളെ ഒരു ഭിക്ഷക്കാരന്റെ, അഥവാ വളരെ മോശമായ വസ്ത്രങ്ങൾ ധരിപ്പിച്ച് ഒരു സാധുവായ ഒരു യാത്രക്കാരന്റെ വേഷത്തിൽ അയച്ചു. എന്നിട്ട് പറഞ്ഞു, എല്ലാ വീട്ടിലും പോകണം. കൂടെ 3000 ദിർഹം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പറയേണ്ടതെന്ന് പറഞ്ഞാല് ഹുസൈൻ റളിയല്ലാഹു അൻഹു കൂഫയിലേക്ക് വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ ബൈഅത്ത് ചെയ്യാൻ വന്നതാണ് എന്ന് പറയണം. എന്നിട്ട് എല്ലാ വീട്ടിലും പോകണം, അങ്ങാടിയിലൊക്കെ അന്വേഷിക്കണം.
എന്താണ് രഹസ്യമായി പറയേണ്ടത്? ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ആളാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് സമ്മാനമായി ഹദിയായി 3000 ദിർഹമും കൊണ്ടുവന്നിട്ടുണ്ട്, ഇത് കൊടുക്കണം, അതുകൊണ്ട് മുസ്ലിം റളിയല്ലാഹു അൻഹുവിനെ കാണണം എന്ന് പറഞ്ഞിട്ട് ചതിയിലൂടെ ഹാനി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലെത്തി അവിടെ താമസിച്ചു. മഹാനായ മുസ്ലിം റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ടെന്ന വിവരം നേരെ പോയി ഇബ്നു സിയാദിന് കൊടുത്തു. അങ്ങനെ ഇബ്നു സിയാദ് എന്താകുന്നത്, പട്ടാളവുമായി വന്നിട്ട് മഹാനായ മുസ്ലിം റളിയല്ലാഹു അൻഹുവിനെ പിടിച്ച് ജയിലിലാക്കാണ്. ഹാനി റളിയല്ലാഹു അൻഹുവിനെ വധിച്ചു. ഈ സമയത്തൊക്കെ ഇത് കാര്യങ്ങളൊന്നും ആരറിയുന്നില്ല. മക്കയിൽ നിന്ന് പുറപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു അറിയുന്നില്ല. അവരിങ്ങനെ വരികയാണ്, ഒന്നും അറിയാതെ. കൂഫക്കാര് കത്തയച്ചിട്ടുണ്ട്, അവർ പോയപാടും അവിടെ ബൈഅത്ത് നടക്കും, അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന രീതിയിലാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു കുടുംബവും വരുന്നത്. അങ്ങനെ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു വരുന്ന വഴിയിൽ ഏകദേശം 4 ദിവസം കഴിഞ്ഞാൽ, 4 രാത്രിയും പകലും യാത്ര ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ എത്തും. ഇനി കൂഫയിലേക്ക് എത്താൻ അടുത്തായിരിക്കുന്നു. സുബാല എന്ന് പറയുന്ന പ്രദേശത്തെത്തിയപ്പോ ഒരു ദൂതൻ വന്നൊരു കത്ത് കൊടുക്കുകയാണ്. കത്ത് വേറൊന്നുമല്ല, മഹാനായ മുസ്ലിം ഇബ്നു അഖീൽ റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട ഹുസൈൻ തങ്ങൾക്കൊരു കത്തെഴുതുകയാണ്. രംഗം വഷളായിരിക്കുന്നു, നിങ്ങൾ വരാൻ പാടില്ല, കൂഫയിലേക്ക് വരാൻ പാടില്ല, വിഷയങ്ങൾ വലിയ പ്രശ്നത്തിലാണ്, ഞാൻ തടവിലാണ്. ഹാനി റളിയല്ലാഹു അൻഹു എനിക്ക് സംരക്ഷണം തന്ന ഹാനി റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടു. ഇബ്നു സിയാദ് ഗവർണറായി കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് വിശദമായൊരു കത്ത് മഹാനായ ഹുസൈൻ തങ്ങൾക്ക് കിട്ടിയപ്പോ ഇനി അല്പം പോയാൽ കൂഫയിലെത്തും. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നടന്നില്ല. ഇനി അങ്ങോട്ട് മുന്നോട്ട് വെച്ച കാല് പിന്നോട്ടില്ല. കാരണം അള്ളാന്റെ ദീന് കൊണ്ട് കളിക്കുന്നവരാണ്. ഖിലാഫത്തിന് വേണ്ടി പരിശുദ്ധ ഇസ്ലാമിനെ കച്ചവടം ചെയ്യുന്ന ആളുകളെ വെറുതെ വിടാൻ പറ്റില്ല. അതുകൊണ്ട് കൂഫയിലേക്ക് പോകണമെന്ന ഉറച്ച തീരുമാനത്തോടു കൂടി ഹുസൈൻ റളിയല്ലാഹു അൻഹു മുന്നോട്ട് പോകുമ്പോൾ വഴിയിൽ വെച്ചൊരു കവിയെ കാണുന്നുണ്ട്. ഫറസ്ദഖ് എന്ന് പറയുന്ന ഒരു കവിയെ കാണുകയാണ്, ഒരു സാഹിത്യകാരനെ കാണാൻ. അയാളോട് ചോദിക്കാണ്, കൂഫക്കാരാണ്, അയാളോട് ചോദിക്കാണ്, നിങ്ങള് എന്താണ് അവസ്ഥ, കൂഫയിലെ അവസ്ഥ എന്താന്ന് വെച്ചു. അപ്പോ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് ആ ഫറസ്ദഖ് പറയുന്ന ഒരു വാക്കുണ്ട്, കൂഫക്കാരൻ മനസ്സൊക്കെ നിങ്ങളെ കൂടെ തന്നെ, നിങ്ങളെ കൂടെയാണ് മനസ്സ്, പക്ഷെ അവരെ വാള് നിങ്ങൾക്കെതിരായി ചലിപ്പിക്കും. അവരുടെ വാളുകൾ ചലിക്കുന്നത് നിങ്ങൾക്കെതിരായിരിക്കും. അതുകൊണ്ട് കൂഫക്കാരെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റൂല. അവരെ മനസ്സ് നിങ്ങളെപ്പോഴാണെങ്കിലും ഇബ്നു സിയാദിനെയും യസീദിനെയും പേടിച്ചിട്ട് അവരുടെ വാളുകൾ നിങ്ങൾക്കെതിരായി ചലിക്കുമെന്ന് പറഞ്ഞപ്പോ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു സലബിയ എന്ന സ്ഥലത്തെത്തിയിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു തന്റെ കൂട്ടത്തിൽ വന്ന ആളുകളോടൊക്കെ പ്രഭാഷണം നടത്താൻ. അപ്പൊ ഹുസൈൻ റളിയല്ലാഹു അൻഹു നേരെ പോകുന്നിടത്തേക്ക് ഖിലാഫത്ത് ഏറ്റെടുക്കാനല്ലേ. അപ്പം വഴിയിൽ നിന്ന് കുറെ ബദവികൾ എന്ന് പറഞ്ഞാല് ഒരു സുഖജീവിതം അടിച്ചു പൊളിച്ച് ജീവിക്കാം. കാരണം ഖലീഫ ആകാൻ പോകുന്ന ആളല്ലേ, ഇനി പോയി കഴിഞ്ഞാൽ അടിച്ച് സുഖമായിട്ട് ജീവിക്കാലോ എന്ന രീതിയിൽ ഹുസൈൻ റളിയല്ലാഹുവിന്റെ അപ്പുറവും സംഘത്തിന്റെ അപ്പുറവും കുറെ ആളുകൾ വെയിക്കുന്ന കൂടീനെ. അവരെ ലക്ഷ്യം എന്താ, ഹുസൈൻ റളിയല്ലാഹുവിനെ സഹായിക്കലൊന്നുമല്ല. ഖലീഫന്റെ കൂടെ പോയി കഴിഞ്ഞാല്, കൂടെ നിന്ന് കഴിഞ്ഞാല് അവരെ ജീവിതം സേഫ് ആവുമല്ലോ എന്ന രീതിയിലാണ്. കാരണം ആടെ വലിയ ബയ്യത്തൊക്കെ നടന്നു, ആളുകളൊക്കെ സജീവാണ്. കൂഫക്കാര് മുഴുവൻ ഹുസൈൻ റളിയല്ലാഹുവിനെ പ്രതീക്ഷിച്ച് നിൽക്കുന്നു. 150 കത്തുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതീക്ഷയോടെ നിൽക്കുന്ന ആ സംഘത്തിനൊപ്പം ബദവികൾ ചേർന്നിരുന്നു. ഹുസൈൻ റളിയല്ലാഹുവിനെ അവരെ മുന്നോട്ട് നേരെ നോക്കിയിട്ട് പറഞ്ഞു, ഇനി പോകുന്നത് വലിയ പ്രശ്നത്തിലേക്കാണ്. ആരും നമുക്ക് സംരക്ഷണം നൽകാനില്ല. സംരക്ഷണം നൽകിയ ഹാനി റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടു. കൂഫക്കാരനായ ഹാനി റളിയല്ലാഹു അൻഹു പ്രതിനിധിയായ മുസ്ലിം റളിയല്ലാഹു അൻഹുവിനെ സംരക്ഷിച്ചപ്പോ ഹാനി റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആരും സംരക്ഷണത്തിനുണ്ടാവില്ല. ഒരുപക്ഷെ വാളിന്റെ മുഖത്തേക്ക്, യുദ്ധമുഖത്തേക്കായിരിക്കും പോവുക എന്ന് പറഞ്ഞപ്പോ ഈ ബദവികളെല്ലാം ഒന്നടങ്കം തിരിഞ്ഞുപോയി. 2 ഭാഗത്തേക്ക്, അങ്ങോട്ട് വലത്തോട്ടും ഇടത്തോട്ടും പോയിന്നാ. പിന്നെ പോയ വൈക്കല്ലേ കണ്ടം പോയി ഓടി എന്ന് പറയുന്നില്ലേ, അതേപോലെ 2 ബൈക്ക് ഓടി. അവരോടി, അവര് സ്വയം സംരക്ഷണമല്ലേ. അവരോട് പറഞ്ഞു, ഹുസൈൻ റളിയല്ലാഹു അൻഹു സുഖവും അതുപോലെ തന്നെ സൗകര്യമൊന്നും പ്രതീക്ഷിച്ചിട്ട് എന്റെ കൂടെ കൂടണ്ട, ഇത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പോകുന്നതാണ്. അങ്ങനെ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ഇബ്നു സിയാദ് കൂഫയിൽ ചർച്ച തുടങ്ങി. കാരണം ഇനി 4 ദിവസം കഴിഞ്ഞാൽ അത്രേ വേണ്ടു, ഇവരിവിടെ എത്തുമല്ലോ. ഹുസൈൻ റളിയല്ലാഹു അൻഹു നാട്ടിലെത്തുന്നതിന് മുമ്പേ ഇവിടെ കാര്യങ്ങൾ ചർച്ച വളരെ ഗൗരവത്തിലുള്ള ചർച്ചയാണ്. ഹുസൈൻ തങ്ങൾ ഒരിക്കലും നാട്ടിലെത്താൻ പാടില്ല, കൂഫയിലെത്താൻ പാടില്ല. കൂഫയിൽ എത്തിക്കഴിഞ്ഞാൽ ഉടനെ പിന്നെ ആളുകൾ ഇതുവരെ പൈസ കൊടുത്തും അതുപോലെ തന്നെ സ്ഥാനം കൊടുത്തും വാള് കാണിച്ചും പേടിപ്പിച്ച ആളുകളുണ്ടല്ലോ, പുതിയൊരു നേതാവിനെ കിട്ടിയാൽ, ഹുസൈൻ തങ്ങളെ കിട്ടിക്കഴിഞ്ഞാൽ, കാരണം അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നുമോനാണ്.
ആരെയും പേടിയില്ലാത്ത ധീരശൂര പരാക്രമിയായ അള്ളാഹുവിന്റെ ഹബീബിന്റെ ധൈര്യം മുത്തണങ്ങിയ അള്ളാഹുവിന്റെ ഹബീബിന്റെ ധൈര്യം ഖൽബിലുള്ള, അതുപോലെ തന്നെ ഫാത്തിമ ബീവി പോറ്റി വളർത്തിയ ആലിമായ, അതുപോലെ തന്നെ എന്തിനും പറ്റിയ ഒരു നേതാവ് വന്നു കഴിഞ്ഞാൽ ആളുകൾ കൂടെ കൂടുമല്ലോ. അതുകൊണ്ട് തന്നെ ഇബ്നു സിയാദ് തീരുമാനിച്ചു, ആദ്യം തന്നെ ഹുർറുബ്നു യസീദ് എന്ന് പറയുന്ന ഒരാളെ കൊണ്ട്, ഹുംറുബ്നു യസീദ് എന്ന് പറയുന്ന ഒരു പടയാളിയും 1000 പട്ടാളക്കാരെ അങ്ങോട്ട് അയച്ചു. കാരണം ഇവരെ ഇങ്ങോട്ട് എത്തിക്കാൻ പാടില്ല, ഇതാണ് നിയമം. ഖാദിസിയയില് എന്നിട്ട് ഹുംറുബ്നു യസീദ് അവര് അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരക്കുട്ടിയെ സ്നേഹിച്ചിരുന്നു. അവിടെ പട്ടാള നേതാവ് ആണെങ്കിലും മുസ്ലിമാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരക്കുട്ടി ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് ഇഷ്ടമുള്ള ആളാണ്. അതുകൊണ്ട് ഹുംറുബ്നു യസീദ് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ 1000 പട്ടാളക്കാരുമായി ഖാദിസിയയിലേക്ക് പോയി. ഖാദിസിയിലെത്തിയിട്ട് നേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൊന്നു മോനോട് പറഞ്ഞു, ഹുസൈൻ തങ്ങളെ, നിങ്ങൾ അങ്ങോട്ട് വരാൻ പാടില്ല. നിങ്ങളോട് യുദ്ധം ചെയ്യാൻ, നിങ്ങളെ തടയാൻ വേണ്ടി ഞങ്ങൾ അയച്ചതാണ് ഇബ്നു സിയാദ്. ഞങ്ങൾ പട്ടാളക്കാരാണ്, ഉദ്യോഗസ്ഥന്മാരാണ്, അതുകൊണ്ട് ഞങ്ങൾ അനുസരിക്കേണ്ടി വന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇങ്ങോട്ട് വരാൻ പാടില്ല, നിങ്ങൾ തിരിച്ചു പോകണം. വലിയൊരു പ്രശ്നത്തിലേക്ക് നിങ്ങളെ കൊല്ലാൻ, അല്ലെങ്കിൽ നിങ്ങളെ കൊല്ലാൻ ആളുകളെയൊക്കെയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വരാൻ പാടില്ല. നിങ്ങളെ അങ്ങാടികളും കോട്ടകളും അതുപോലെ തന്നെ നഗരങ്ങളുമില്ലാത്ത ഭാഗത്തൂടെ നിങ്ങളെ ബൈഅത്ത് ചെയ്യിപ്പിച്ചിട്ട് ഗവർണറുടെ മുമ്പിലെത്തിക്കാനാണ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത്. അഥവാ കോട്ടകളും അങ്ങാടികളിലേക്ക് നഗരങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ കൂഫക്കാർ ഒന്നടങ്കം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നാലെ കൂടിക്കഴിഞ്ഞാൽ ഇവിടെ പ്രശ്നമാകും, ആഭ്യന്തര പ്രശ്നം ഉണ്ടാകും. പിന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ആളുകൾ കൂടും, പിന്നെ നിലവിലുള്ള ഗവർണറുടെ സ്ഥാനം പോകും. ഇത് പേടിച്ചുകൊണ്ട് പറഞ്ഞു, കോട്ടകളും അതുപോലെ തന്നെ നഗരങ്ങളും ഇല്ലാത്ത ഭാഗത്തുകൂടി നേരെ ഖലീഫാന്റെ അല്ലെങ്കിൽ ഗവർണറുടെ മുമ്പിലേക്ക് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ എത്തിക്കാനാണ് 1000 പടയാളികളുമായി ഹുംറുബ്നു യസീദ് എന്ന് പറയുന്ന പടയാളി അയച്ചത്. ഹുംർ റളിയല്ലാഹു അൻഹു കാര്യങ്ങൾ പറഞ്ഞു, ചർച്ച നടത്തി. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അവർ ഒന്നിച്ച് തന്നെ ളുഹുറും അസ്റും ഒന്നിച്ച് നിസ്കരിച്ചു. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു അവരോട് പ്രസംഗം നടത്തി, ഞങ്ങൾ ഖിലാഫത്ത് അഥവാ അധികാരം മോഹിച്ചു വന്നതല്ല. 150ഓളം കത്ത്, ഒരഭിപ്രായത്തിൽ പറയുന്നത് 500 കത്തുകളുടെ 2 ഭാണ്ഡങ്ങൾ, 2 കെട്ട് കത്തുകൾ, അഥവാ കൂഫയിൽ നിന്ന് മക്കയിലേക്ക് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ അയച്ച കത്തുകളുടെ 2 ഭാണ്ഡങ്ങൾ ഇങ്ങനെ ഹുംറുബ്നു യസീദ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ചെരിഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, ഇതാ ഇത്രമാത്രം കത്തുകൾ നിങ്ങളുടെ നാട്ടുകാർ ഞങ്ങൾക്ക് അയച്ചതാണ്, അതുകൊണ്ട് വന്നതാണ്, അതുകൊണ്ട് വരുന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഖിലാഫത്തിന് വേണ്ടി വന്നതല്ല, അള്ളാഹുവിന്റെ ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ക്ഷണിച്ചപ്പോ ഞങ്ങൾ വന്നതാണ് എന്ന് പറഞ്ഞപ്പോ ഹുംറുബ്നു യസീദിന്റെ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയുള്ള പലരും നിഷേധിച്ചു. അത്രയൊന്നും കത്തൊന്നും ആടുന്നു വന്നിട്ടില്ല എന്ന് നിഷേധിക്കേണ്ടി വന്നു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഹുംറുബ്നു യസീദ് റളിയല്ലാഹു അൻഹു മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്രേ, നിങ്ങൾ തിരിച്ചു പോകണം, വെറുതെ എന്തിനാ മരണമുഖത്തേക്ക് പോകുന്നത്? ഹുസൈൻ റളിയല്ലാഹു അൻഹു ദേഷ്യം പിടിച്ചിട്ട് പറഞ്ഞു, ആരെയാ മരണം പറഞ്ഞു പേടിപ്പിക്കുന്നത്? ബദറും ഉഹദും ഖന്ദക്കും കണ്ട അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ആയിരക്കണക്കിന് ശത്രുക്കൾക്ക് മുമ്പിലേക്ക് പടവാളുകളില്ലാതെ ഭക്ഷണമില്ലാതെ ബദറിലേക്ക് പോയ അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബാക്കളുടെ ചരിത്രം, ഹബീബിന്റെ പ്രിയപ്പെട്ട അനുചരന്മാരെ നേരിട്ട് കണ്ട് വളർന്ന മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോടാണോ പറയുന്നത്? മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഖൈബറിന്റെ കോട്ടവാതിലുകൾ തന്റെ കൈകൊണ്ടെടുത്തിട്ട് പരിചയാക്കിക്കൊണ്ട് യുദ്ധം ചെയ്ത ഖൈബറിന്റെ പുലിക്കുട്ടിയായി മാറിയിരുന്ന മഹാനായ അലി ഹൈദർ തങ്ങളുടെ മകനായ ഹുസൈനോടാണോ മരണത്തിനെ പറഞ്ഞ് പേടിപ്പിക്കുന്നത്? ആരെയാ മരണം പറഞ്ഞ് പേടിപ്പിക്കുന്നത്? മരണം കുറെ കണ്ടിട്ട് വരുന്നതാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഹുംർ റളിയല്ലാഹു അൻഹു പിന്നെ മിണ്ടിയിട്ടില്ല. അങ്ങനെ പിന്നെ അവനങ്ങോട്ട് മുന്നോട്ട് പോവാൻ ഒന്നിച്ച് യാത്ര തുടങ്ങി. അങ്ങനെ ഖസ്ർ മുഖാത്ത് എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഞാൻ ചുരുക്കി അങ്ങനെ ചരിത്രത്തിലെത്തിക്കാൻ, കർബലയിൽ എത്തിക്കണം നമുക്ക് പെട്ടെന്ന് ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറിന് തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ഖസ്ർ മുഖാത്തിലെത്തിയ സമയത്ത്, കർബലയോട് അടുത്ത സ്ഥലമാണ്, അവിടെ എത്തിയ സമയത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹു പെട്ടെന്ന് ഉറങ്ങിപ്പോയി. അവിടെ ക്ഷീണം കൊണ്ട് അല്പം വിശ്രമിച്ചപ്പോൾ ഉറങ്ങിപ്പോയി. ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുന്നു. എന്നിട്ട് പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2 വാക്കുകൾ പറഞ്ഞു. ഒന്ന് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, മറ്റൊന്ന് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒന്ന് മുസീബത്തുകൾ ഉണ്ടാകുമ്പോൾ പറയുന്ന വാക്കാണ്, മറ്റൊന്നോ നിഅമത്തുകൾ ഉണ്ടാകുമ്പോൾ പറയുന്ന വാക്കാണ്. 2 വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ വാക്ക് പറഞ്ഞപ്പോ കൂടെ ഉള്ളവർ ചോദിച്ചു, തങ്ങളെ എന്ത് പറ്റി, എന്താ ഇങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞപ്പോ മഹാനായ ഹുസൈൻ തങ്ങൾ പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിൽ വന്നിട്ട് എന്നെ വിളിക്കുകയാണ്, എന്നെ സ്വീകരിക്കുകയാണ്, എന്നെ അങ്ങനെ സ്വാഗതം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, എൻ്റെ മരണം അടുത്തിരിക്കുന്നു, ഞാൻ മരിക്കാൻ തയ്യാറായിരിക്കുന്നു, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പാപ്പാന്റെ ചാരത്തേക്ക് പോകാൻ എനിക്ക് സമയമായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇനി വരാനിരിക്കുന്ന ഭവിഷ്യത്തുകൾ മുൻകൂട്ടി തന്നെ ഹബീബിന്റെ നിർദ്ദേശങ്ങൾ ലഭിക്കുകയാണ്. ഈ സമയത്ത് ഇബ്നു സിയാദ് വീണ്ടും 4000 പട്ടാളക്കാരുമായി ഉമർ ഇബ്നു സഅദ് എന്ന് പറയുന്ന ഒരു തെമ്മാടിയായ പട്ടാളക്കാരനെ അയക്കുകയാണ്. വീണ്ടും 4072 ആളുകളെ നേരിടാൻ നോക്കണേ. 72 ആളുകളെ നേരിടാൻ വേണ്ടി എന്തിനാ 5000 പട്ടാളക്കാര്, ആദ്യം 1000 പിന്നെ 4000. ഉമർ ഇബ്നു സിയാദ് എന്ന് പറയുന്ന ഒരു തെമ്മാടിയായ ഒരു നിഷ്ഠൂരനായ ഒരു പട്ടാളക്കാരനെ അങ്ങോട്ട് അയച്ചു. ക്രൂരനായ പട്ടാളക്കാരൻ, അവന്റെ നേതൃത്വത്തിൽ 4000 ആളുകൾ വന്നു. അവനോടുള്ള നിർദ്ദേശം എന്ന് പറഞ്ഞാൽ, ഇബ്നു സിയാദിന്റെ നിർദ്ദേശം, ബൈഅത്ത് ചെയ്യാതെ കൂഫയിലേക്ക് അടുപ്പിക്കാൻ പാടില്ല, നിർബന്ധിച്ച് ബൈഅത്ത് ചെയ്യിപ്പിക്കണം. അഥവാ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും കൂടെയുള്ളവരെയും യസീദിനെ ബൈഅത്ത് ചെയ്യിപ്പിക്കണം. ബൈഅത്ത് ചെയ്യാതെ കൂഫയിലേക്ക് വരുത്താൻ പാടില്ല. ഇനി ബൈഅത്ത് ചെയ്യുന്നില്ലെങ്കിൽ പച്ചവെള്ളം കൊടുക്കാൻ പാടില്ല, വെള്ളങ്ങൾ തടയണം. അങ്ങനെ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവും സംഘവും കർബലയിലേക്ക് എത്തുമ്പോ അവിടെ കർബലയിൽ 4000 പട്ടാളക്കാരെ അണിനിരത്തിക്കൊണ്ട് ഉമർ ഇബ്നു സിയാദും 4000 പട്ടാളക്കാരും യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് കാവലുറപ്പിച്ചിട്ടാണ് ഉള്ളത്. യൂഫ്രട്ടീസ് നദിയിൽ നിന്ന് വെള്ളം കുടിക്കാൻ എടുക്കേണ്ടത്. കർബലയിലെത്തുമ്പോ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിലെത്തിയിട്ട് പറയുന്നുണ്ട്, നഹ്നു ഫീ കർബിൻ വബലാ, നഹ്നു ഫീ കർബിൻ വബലാ. നമ്മളിപ്പോ കർബിലും പ്രയാസത്തിലും പരീക്ഷണത്തിലുമാണ് എന്ന് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു മനോഹരമായി ആ കർബല എന്ന വാക്കിനെ ഒരു വ്യാഖ്യാനമായി പറയുന്നുണ്ട്. അഥവാ കർബല നേരത്തെ പേരുള്ള സ്ഥലമാണ്, പക്ഷെ ആ സ്ഥലത്തിന് ഒരു വ്യാഖ്യാനം എന്ന രീതിയിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയാൻ, നഹ്നു ഫീ കർബിൻ വബലാഇൻ, നമ്മളിപ്പോ കർബിലും ബുദ്ധിമുട്ടിലും പ്രശ്നത്തിലും അതുപോലെ തന്നെ പരീക്ഷണത്തിലുമാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു. യൂഫ്രട്ടീസിന്റെ തീരത്ത് 500 പട്ടാളക്കാരെ യൂഫ്രട്ടീസിലേക്ക് അടുക്കാതിരിക്കാൻ നിരത്തി നിർത്തി. ആര്? ഉമർ ഇബ്നു സിയാദ്. അങ്ങനെ ഉമർ സെയ്ദ് എന്ന് പറയുന്ന ഈ ചങ്ങാതി 500 പട്ടാളക്കാരെ യൂഫ്രട്ടീസിന്റെ തീരത്ത് നിർത്തി. ഉടനെ ഷമ്മർ ദിൽ ജൗഷൻ എന്ന് പറയുന്ന ഒരു തെമ്മാടിനെ വീണ്ടും അയച്ചു. ഷമ്മർ എന്ന് പറയുന്നത് വലിയ തെമ്മാടി, അഥവാ പട്ടാളക്കാരിൽ കുറച്ച് ഓനിക്ക് പറ്റിയ ഇബ്നു സിയാദിനെ പറ്റിയ ഓരോരാളെ പിടിച്ചിട്ട് അയക്കാണ്. കാരണം ഇവരൊക്കെ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിനെ കാണുന്ന സമയത്ത് കുറച്ച് തെമ്മാടിത്തരവും ഫാസിക്കും അല്ലെങ്കിൽ എന്താവൂല, മനം മാറിയിട്ട് നേരെ തിരിച്ചു പോയില്ലെങ്കിലോ. ആദ്യം അയച്ച മഹാനായ ഹുംർ ഇബ്നു യസീദ് ആരെ കൂടെ കൂടുന്നുണ്ട്? ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ കൂടും, തീർച്ചയായിട്ടും കൂടും. കുറച്ച് പട്ടാളക്കാർ ഹുസൈൻ റളിയല്ലാഹുവിന്റെ കൂടെ കൂടും. പക്ഷേ അതുകൊണ്ട് തന്നെ അങ്ങനെ കൂടാതിരിക്കാൻ ഷമ്മറിനെയും കൂടെ അങ്ങോട്ട് അയച്ചു. അപ്പോ ഷമ്മറുണ്ട്, ഉമർ ഇബ്നു സെയ്ദ് ഉണ്ട്, അതുപോലെ തന്നെ 4000 പട്ടാളക്കാർ കൂടെ ആദ്യം അയച്ച 1000. അങ്ങനെ എല്ലാവരുമായി കർബലയിൽ ഇങ്ങനെ നിരക്കാണ്. ഒരു ഭാഗത്ത് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ 72 കൂടെ, അതോടുകൂടി അവിടെ നിന്ന് കുറച്ചാളുകൾ ഇപ്പുറത്തേക്ക് കൂടിയിട്ടുണ്ടായിരുന്നു. ഹുംർ ഇബ്നു യസീദിന്റെ കൂടെ കുറച്ചാളുകൾ കൂടാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഈ 4000 ആളുകളോട് ഒരു പ്രഭാഷണം നടത്തുകയാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടി പറഞ്ഞു, ഇതാ നിങ്ങളയച്ച കത്തുമായി വന്നതാണ്, ഞങ്ങൾക്ക് അധികാരമല്ല പ്രശ്നം, ഞങ്ങൾക്ക് ഖിലാഫത്ത്, എനിക്ക് ഖിലാഫത്തല്ല പ്രശ്നം, നിങ്ങളുടെ നാട്ടുകാരയച്ചതാണ് എന്ന് പറഞ്ഞപ്പോ അവർ ഒന്നടങ്കം നിഷേധിച്ചു. അങ്ങനെ കത്ത് വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അയച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അതാണ് കൂഫക്കാർ ചതിച്ചു, ഒറ്റടിക്ക് അവർ ചതിച്ചു. അതുകൊണ്ടാണ് കൂഫക്കാർ ചതിച്ചു എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരക്കുട്ടി മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവും അതുപോലെ തന്നെ അവരും ആകെ
അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പ്രിയപ്പെട്ട പേരക്കുട്ടി വല്ലാതെ വിഷമിച്ചു പോയി. കാരണം കത്തയച്ചിട്ട് 150 കത്തുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കഷ്ടപ്പെട്ട് കത്തുമായി വന്നിട്ട് ഇപ്പോൾ കത്തുമായി തിരിച്ചു പോകുന്ന സമയത്ത് ഇല്ല ഞങ്ങൾ അങ്ങനെ അയച്ചിട്ടില്ല എന്ന് പറയുന്ന രീതിയിൽ ചതിക്കുന്ന ഒരു വിഭാഗം അള്ളാഹു സുബ്ഹാനഹു വ തആല കാക്കട്ടെ. അങ്ങനെ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവും സംഘവും കർബലയിലെത്തുന്നത് ഒരു മുഹറം 1-നാണ്. മുഹറം 1 മുതൽ 7 വരെ വെള്ളം കൊടുക്കാതെ പിടിച്ചു. വെള്ളം കൊടുക്കുന്നില്ല, കുടിക്കാനുള്ള വെള്ളം കൊടുക്കുന്നില്ല. അത് തടഞ്ഞു കഴിഞ്ഞാൽ വല്ലാതെ പ്രയാസപ്പെടുമല്ലോ. കാരണം ഷമ്മറിനെ പറഞ്ഞയക്കുന്നത് തന്നെ എങ്ങനെയാ? ആദ്യം തന്നെ പോയി യുദ്ധം ചെയ്യാൻ പാടില്ല, അങ്ങോട്ടൊന്നും പോരടിക്കാൻ പാടില്ല. അങ്ങോട്ട് പോരടിക്കണ്ട, പക്ഷെ വെള്ളം തടയാ. വെള്ളം തടഞ്ഞു കഴിഞ്ഞാൽ എന്താവും? വെള്ളം കിട്ടാതിരിക്കുന്ന സമയത്ത് എന്താവും? അവർ ബൈഅത്ത് ചെയ്യും. അത് മാത്രമല്ല, അലിയാർ തങ്ങളുടെ മോനാണ്, നിങ്ങൾക്ക് അങ്ങനെ പെട്ടെന്നൊന്നും തോപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആദ്യം ക്ഷീണിപ്പിക്കണം, തടി ക്ഷീണിപ്പിക്കുക. അതാണ് എന്താ? വെള്ളം കൊടുക്കാതിരിക്കുക. ഇങ്ങനെ കുതന്ത്രങ്ങൾ ഉപയോഗിക്കാൻ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവും അതുപോലെ തന്നെ കൂടെയുള്ളവരും 50 ആളുകളെ ആദ്യമായി 500 ആളുകളെ തോൽപ്പിച്ചിട്ട് 40 തോൽപാത്രം വെള്ളം എടുത്തു യൂഫ്രട്ടീസിൽ നിന്ന്. പിന്നെയും ഇവർ തടയുകയാണ്. പിന്നെ തടഞ്ഞപ്പോ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയുള്ളവരൊക്കെ ദാഹിച്ച് അവശരായി കൊണ്ട് നിൽക്കുന്ന സമയത്ത് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നുമോൻ മൂത്ത പുത്രനായ അലിയുൽ അക്ബർ റളിയല്ലാഹു അൻഹു യുദ്ധമുഖത്തേക്ക് ഇറങ്ങേണ്ടി വരികയാണ്. ഗത്യന്തരമില്ലാതെ യുദ്ധത്തിനിറങ്ങേണ്ടി വരുന്നു. കാരണം മുന്നോട്ട് പോകാൻ വിടുന്നില്ല, പിന്നോട്ടും പോകാൻ വിടുന്നില്ല. കർബലയിൽ തടഞ്ഞു വെച്ചിട്ടാ ഉള്ളത്. വെള്ളമെടുക്കാനും വിടില്ല. ഇവിടെ നിന്ന് പോകണമെങ്കിൽ യസീദിനെ ബൈഅത്ത് ചെയ്യാതെ മുന്നോട്ടോ പിന്നോട്ടോ പോകാൻ പറ്റാത്ത രീതിയിൽ 1000-5000 പടയാളികൾ ഒരുമിച്ച് നിന്നപ്പോ ഈ 72 പേര് തുച്ഛമായ ആളുകൾ അവിടെ കർബലയിൽ കുടുങ്ങിയപ്പോ ഗത്യന്തരമില്ലാതെ വാളെടുക്കേണ്ടി വന്നു. അലിയുൽ അക്ബർ റളിയല്ലാഹു അൻഹു മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പുന്നാരമോനായ അലിയുൽ അക്ബർ റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട ഉമ്മയായ ഷഹർബാനാന്റെ സമീപത്തേക്ക് പോയിട്ട് പറയുകയാണ്, ഉമ്മാ, ഞാനിതാ പടക്കളത്തിലേക്ക് ഇറങ്ങുകയാണ് ഉമ്മ. അള്ളാഹു ഉദ്ദേശിച്ചാൽ എനിക്ക് ഷഹീദിന്റെ പ്രതിഫലം തരാം ഉമ്മ. അതുകൊണ്ട് ഉമ്മാന്റെ സമ്മതം വേണേ ഉമ്മ. ഇത് പറഞ്ഞപ്പോ ഷഹർബാൻ എന്ന ആ പൊന്നുമ്മ പറഞ്ഞു, പൊന്നുമോനെ, എനിക്ക് നിന്നെ നഷ്ടപ്പെടുന്നതിൽ വിഷമമുണ്ട് മോനെ എന്ന് പറഞ്ഞപ്പോ തന്റെ പ്രിയപ്പെട്ട ഉപ്പയായ ഹുസൈൻ തങ്ങളുടെ ചാരത്തേക്ക് പോയിട്ട് പറയുന്നു, ഉപ്പാ, ഉമ്മയോടൊന്ന് സമ്മതം തരാൻ പറയണം ഉപ്പ എന്ന് പറഞ്ഞപ്പോ തന്റെ പൊന്നാര മകന് പടച്ചട്ട അടിയിച്ചുകൊണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട പത്നിയോട് സമ്മതം വാങ്ങി കൊടുത്തിട്ട് മഹാനായ അലിയുൽ അക്ബർ റളിയല്ലാഹു അൻഹു പടക്കളത്തിലേക്ക് ഇറങ്ങുകയാണ്. പാടിക്കൊണ്ട ഇറങ്ങുന്നത് അന അലി ഇബ്നുൽ ഹുസൈൻ ഇബ്നു അലി നഹ്നു വബൈതുല്ലാഹി ഔലാ ബിൻ നബി മിൻ ശമ്മരിൻ വഅംരിൻ വബ്നി ദഈ എന്ന പാട്ട് പാടിക്കൊണ്ട് ധീരതയോടുകൂടി യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുന്ന മഹാനായ അലി റളിയല്ലാഹു അൻഹു മഹാനവർകൾ പറഞ്ഞത് അന അലി ഇബ്നുൽ ഹുസൈൻ ഇബ്നു അലി, ഞാൻ അലി എന്ന പുലിക്കുട്ടിയുണ്ടല്ലോ, ഖൈബറിന്റെ കോട്ടവാതിൽ പറിച്ച് ധീരേതിഹാസം രചിച്ച അലി റളിയല്ലാഹു അൻഹുവിന്റെ മകനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകനായ അലിയാണടോ. നഹ്നു വബൈതുല്ലാഹി ഔലാ ബിൻ നബി, മാത്രമല്ല ഞങ്ങളും കഅബ ശരീഫുമാണ് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഏറ്റവും ബന്ധം ഞങ്ങൾക്കാണടോ. ഞങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരക്കുട്ടികളാണ്. അതുകൊണ്ട് ഞങ്ങൾക്കാണ് ഹബീബുമായി ബന്ധം. കഅബ പോലെ തന്നെ ഞങ്ങൾക്കും ബന്ധമുണ്ട്. മിൻ ശമ്മരിൻ വഅംറിൻ വബിനി ദഈ, ശമ്മർ എന്ന തമ്മാടി നിന്നെക്കാളും അംർ എന്ന തമ്മാടി നിന്നെക്കാളും അതുപോലെ തന്നെ ഇബ്നു സിയാദ് എന്ന ഇബ്നു ദഈയായ ഇബ്നു സിയാദ് എന്ന തമ്മാടിയെക്കാളും അല്ലാഹുവുമായും അല്ലാഹുവിന്റെ ഹബീബുമായും ഏറ്റവും ബന്ധമുള്ളത് ഞങ്ങളാണെന്ന് പറഞ്ഞിട്ട് പോർക്കളത്തിൽ ഇറങ്ങിയപ്പോ ഇതിഹാസം രചിച്ചുകൊണ്ട് പോർക്കളത്തിൽ ഏറ്റുമുട്ടിയപ്പോ ദാഹിച്ചവശനാവുകയാണ്. ദാഹം തീർക്കാൻ അല്പം വെള്ളമില്ലാതെ ഇടക്ക് അവസാനം ദാഹിച്ച് കഴിയാതെ തന്റെ പൊന്നുമ്മാന്റെ ചാരത്തേക്ക് മഹാനായ അലിയുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഓടിപ്പോയി കൊണ്ട് പറയുകയാണ്, ഉമ്മ, ഒന്ന് നാവ് നനക്കാൻ, തൊണ്ട നനക്കാൻ അല്പം വെള്ളമുണ്ടോ ഉമ്മ? ചെറിയ പൊന്നുമോനുണ്ടായിരുന്നു അലിയുൽ അസ്ഗർ റളിയല്ലാഹു അൻഹു. 1.5 വയസ്സുള്ള പൊന്നുമോനുണ്ട്.
ആ മകനെ മുലപ്പാല് വരെയില്ലാതെ വെള്ളം കുടിക്കാതെ പാല് പറ്റിയ ഉമ്മ എന്ത് ചെയ്യാനാ? തന്റെ പൊന്നുമോന് യുദ്ധം ചെയ്ത് ക്ഷീണിച്ചിട്ട് വന്നിട്ട് വെട്ടുകളും കുത്തുകളും കൊണ്ടിട്ട് ക്ഷീണത്തോടുകൂടി അല്പം വെള്ളം ചോദിക്കുന്ന സമയത്ത് കൊടുക്കാൻ വെള്ളമില്ലാത്തപ്പോ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു തന്റെ പൊന്നുമോനെ വിളിച്ചിട്ട് പറയുകയാണ്, മോനെ യുദ്ധക്കളത്തിലേക്ക് പോയിക്കോ മോനെ, നാളെ പാരത്രിക ലോകത്തുനിന്ന് ഉപ്പാപ്പാന്റെ കയ്യിൽ നിന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാം മോനെ. ഈ തമ്മാടികൾ വെള്ളം തടഞ്ഞാലും ഹബീബിന്റെ കരങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ഹൗദുൽ കൗസർ കിട്ടും മോനെ എന്ന് പറഞ്ഞിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു പൊന്നുമോനെ യുദ്ധക്കളത്തിലേക്ക് അയച്ചപ്പോ ധീരമായി പോരാടിക്കൊണ്ട് ആ പൊന്നുമോൻ കർബലാ രണാങ്കണത്തിൽ ഒരുറ്റി വെള്ളം കിട്ടാതെ ധീരമായി ഷഹീദാവുകയാണ്. ഇന്നാ ലില്ലാഹ്. അങ്ങനെ ഓരോ അഹ്ലു ബൈത്തിലെ കൺമണികളും മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ മകനായ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പിന്നെ രണാങ്കണത്തിലേക്ക് ഇറങ്ങുകയാണ്. അവരും ധീരമായി പോരാടിക്കൊണ്ട് എത്രയോ ശത്രുക്കളുടെ ശിരസറുത്തുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയുകയാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരിയുടെ മക്കളായ ഔനും അതുപോലെ തന്നെ മുഹമ്മദ് രണ്ടുപേരും യുദ്ധക്കളത്തിലിറങ്ങി. അവരും ധീരമായി പോരാടി ഷഹീദായിരിക്കുന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകനായ ഖാസിം റളിയല്ലാഹു അൻഹു യുദ്ധക്കളത്തിലിറങ്ങി. അഹ്ലു ബൈത്തിലെ ഓരോ പിഞ്ചു ബാല്യങ്ങളും യുദ്ധക്കളത്തിൽ ധീരമായി പോരാടി ഷഹീദാവുകയാണ്. അഹ്ലു ബൈത്തിലെ ഓരോ കണ്ണികളും അരിഞ്ഞരിഞ്ഞ് വീഴ്ത്തപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്. ഈ സമയത്ത് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നുമോനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നുമോനായ സൈനുൽ ആബിദ് റളിയല്ലാഹു അൻഹു, സൈനുൽ ആബിദ് റളിയല്ലാഹു അൻഹു വല്ലാതെ രോഗിയായി കഷ്ടപ്പെട്ട് കിടക്കുകയാണ്. എല്ലാവരും തന്റെ ഇക്കാക്കമാരൊക്കെ ഓരോരാളായി ഷഹീദായത് കണ്ടപ്പോ സൈനുൽ ആബിദ് തങ്ങൾ പറഞ്ഞു, ഉമ്മ ഞാനും പോട്ടെ യുദ്ധത്തിന്, ഉപ്പയെ സഹായിക്കാൻ, അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടിയായ ഹുസൈൻ തങ്ങളെ സഹായിക്കാൻ തന്റെ പൊന്നുമോനായ രോഗിയായി കിടക്കുന്ന സൈനുൽ ആബിദ് റളിയല്ലാഹു അൻഹു സമ്മതം ചോദിച്ചപ്പോ ഹുസൈൻ റളിയല്ലാഹു അൻഹു നേരത്തെ പറഞ്ഞതാണ് സൈനുൽ ആബിദിനെ വിടണ്ട, കാരണം ക്ഷീണിതനായി എഴുന്നേൽക്കാൻ കഴിയാതെ കിടക്കുന്ന സൈനുൽ ആബിദ് റളിയല്ലാഹു അൻഹുവിനെ യുദ്ധക്കളത്തിലേക്ക് വിടാതെ പെണ്ണുങ്ങളൊക്കെ തടഞ്ഞു വെക്കുകയാണ്. പിന്നെയോ ഇനി ആകെയുള്ളത് അഹ്ലു ബൈത്തിൽ ഒരു ചെറിയ പിഞ്ചു കുഞ്ഞുണ്ട്, 1.5 വയസ്സുള്ള ഒരു കുട്ടി, അലിയുൽ അസ്ഗർ റളിയല്ലാഹു അൻഹു. ഈ സമയത്ത് അഹ്ലുൽ അസ്ഗർ റളിയല്ലാഹു അൻഹു 1.5 വയസ്സുള്ള പാല് കുടിക്കുന്ന കുഞ്ഞാണ്. ഈ കുഞ്ഞ് വെള്ളമില്ലാതെ ദിവസങ്ങളോളായി ഒരു പൊടി വെള്ളമില്ല, ഉമ്മാന്റെ മുലയിൽ പാലില്ല, വറ്റിയിരിക്കുകയാണ്. മഹദിയായ ഷഹർബാൻ റളിയല്ലാഹു അൻഹന്റെ അവസ്ഥ. അങ്ങനെ ആ ഷഹർബാൻ റളിയല്ലാഹു അൻഹു അടക്കാത്ത കുഞ്ഞിനെ തന്റെ കയ്യിൽ എടുത്തു പിടിച്ചിട്ട് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ യുദ്ധക്കളത്തിലെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേക്ക് കൊണ്ടുകൊടുത്ത് പറയാൻ, ഈ കുഞ്ഞിനെങ്കിലും അല്പം വെള്ളം കൊടുക്കാൻ അവരോട് പറ. അവരൊക്കെ അള്ളാന്റെ ഹബീബിനെ അംഗീകരിക്കുന്ന റസൂലുള്ളാന്റെ അനുയായികൾ എന്ന് പറയുന്ന ആളുകളല്ലേ. അതുകൊണ്ട് ഈ കുഞ്ഞിന് അല്പം വെള്ളം കൊടുക്കാൻ നിങ്ങൾ പോയി പറ, ഈ കുഞ്ഞിനെ കാണിച്ചെങ്കിലും പറ. ഒരു പക്ഷേ മനസ്സളിവുള്ള ആരെങ്കിലും ഉണ്ടാകും. ആ കുട്ടിയെ, പിഞ്ചു കുഞ്ഞിനെ കാണുമ്പോ നിഷ്പക്ഷനായ അഥവാ നിഷ്കളങ്ക ഹൃദയത്തിനുടമയായ ഒരു തെറ്റും ചെയ്യാത്ത പാവപ്പെട്ട പൊന്നുമോന് മുല കുടിക്കുന്ന കുഞ്ഞില്ലേ, ആ കുഞ്ഞിനെ കാണിച്ചിട്ടൊന്ന് വെള്ളം ചോദിക്കുന്നു പറഞ്ഞിട്ട് ഷഹർബാന ബീവി തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറഞ്ഞപ്പോ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു പിഞ്ചു കുഞ്ഞിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശത്രുക്കളുടെ നേരെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഷമ്മറിന്റെയും അതുപോലെ തന്നെ അംർ ഇബ്നു യസീദിനെയും അംർ ഇബ്നു സഅദിനെയും നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഒന്ന് അല്പം വെള്ളം കൊടുക്കുമോ? നിങ്ങളുടെ നബിയുടെ പേരക്കുട്ടിയാ, ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടിയായ ഈ പിഞ്ചു കുഞ്ഞിന് അല്പം വെള്ളം കൊടുക്കുമോ എന്ന് പറഞ്ഞപ്പോ ഒരു തെമ്മാടിയതാ ആ പിഞ്ചു കുഞ്ഞിന്റെ കഴുത്തിലേക്ക് ഒരു അമ്പങ്ങോട്ടയക്കുന്നു. സുബ്ഹാനല്ലാഹ്. 1.5 വയസ്സുള്ള കുഞ്ഞിന്റെ തൊണ്ടയിലേക്ക് അമ്പങ്ങോട്ട് തറച്ചു കയറിയപ്പോ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൈകളിലൂടെ രക്തം ഇങ്ങനെ ഒലിക്കുമ്പോ
ചെഞ്ചായ പണിയിച്ചുകൊണ്ട് കർബല മണൽത്തരികള് ആകെ കരഞ്ഞുപോയ രംഗമല്ലേ, ആകാശവും ഭൂമിയും കരഞ്ഞുവെന്നല്ലേ കർബലയുടെ ചരിത്രമോർത്തിട്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടികൾ ഓരോന്നോരോന്നായി ഷഹീദാവുകയാണ്. 1.5 വയസ്സുള്ള പിഞ്ചു കുഞ്ഞിനെ വരെ വെറുതെ വിടാതെ ദാഹിച്ചവശരായി കരയുന്ന പിഞ്ചു കുഞ്ഞിന്റെ കഴുത്തിലേക്ക് അമ്പെയ്ത ക്രൂരന്മാരുള്ള അവസ്ഥ. സുബ്ഹാനല്ലാഹ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു പിന്നെ ഒന്നും നോക്കിയില്ല, പോരാട്ടത്തിനിറങ്ങുകയാണ്. എല്ലാ മക്കളും ഷഹീദായിരിക്കുന്നു. പിഞ്ചു കുഞ്ഞു വരെ ഒരു തുള്ളി ദാഹജലം കിട്ടാതെ കർബലയുടെ മണലിൽ ഷഹീദായിരിക്കുന്നു. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു പിന്നെ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുകയാണ്. വല്ലാത്തൊരവസ്ഥയാണ്. കരളിൽ കാനീമ്പ പൂമാൻ ഹുസൈനെന്നോരെ കർബല രക്ത കളത്തിൽ ഷഹീദായോരെ അരുമപ്പൂവായ ഹുസൈനും കുടുംബത്തിനെ ഒരു തുള്ളി ദാഹജലം പോലും നൽകിടാതെ എരിപൊരി കൊള്ളുന്ന കർബല തീമണലിൽ കരയിപ്പിച്ചേറെ സിയാദും നടമാടിയേ ക്രൂരമ്പയച്ചേറെ പൂമാൻ തളർന്ന് പോയി പുണ്യദേഹവും വീടത്തിൽ ഷഹീദായി മണ്ണും വിണ്ണാകെയും ഞെട്ടിത്താരിച്ച് പോയി കണ്ണീരണിഞ്ഞ് ചരിത്രങ്ങൾ ബാക്കിയായി. കർബലയുടെ രണാങ്കണത്തിലേക്ക് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു ആ രണാങ്കണത്തിലേക്ക് ഇറങ്ങിയപ്പോ എത്രയോ ആളുകളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് യൂഫ്രട്ടീസിന്റെ തീരത്ത് പോയി വെള്ളമൽപ്പം എടുത്തിട്ട് കുടിക്കുന്ന സമയത്ത് ദാഹം അകറ്റാൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയും അതുപോലെ തന്നെ സ്ത്രീകളടങ്ങുന്ന ഒരു വിഭാഗം അവിടെ തമ്മിൽ കാത്തു നിൽക്കുന്നുണ്ട്. അവർക്കല്പം വെള്ളം കൊടുക്കണം. അതുകൊണ്ട് തന്നെ കർബലയുടെ മണൽത്തരികളെ പുളകം കൊള്ളിച്ചുകൊണ്ട് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഓരോ ശത്രുവിനെയും വകഞ്ഞു മാറ്റിക്കൊണ്ട് വെട്ടിമാറ്റിക്കൊണ്ട് യൂഫ്രട്ടീസിന്റെ തീരത്തെത്തി അല്പം വെള്ളമെടുത്ത് കുടിക്കുമ്പോ പിന്നിൽ നിന്ന് ഒരു തെമ്മാടിയായ സുർഅത്ത് എന്ന തെമ്മാടി വന്നിട്ട് പിന്നിൽ നിന്ന് വെട്ടുകയാ ഹുസൈൻ തങ്ങളെ. അലിയാറ് തങ്ങളുടെ പൊന്നുമോനായ ഹുസൈൻ തങ്ങളെ നേരിട്ട് പോയി ആക്രമിച്ച് തോൽപ്പിക്കാൻ കഴിയാതെ പിന്നിലൂടെ വന്ന് വെട്ടിയല്ലോ. സിനാൻ എന്ന് പറയുന്ന തെമ്മാടി കുന്തം കൊണ്ടുവന്ന് കുത്തുകയാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു വെള്ളം കുടിക്കുന്ന യുദ്ധവേളയിൽ ദാഹിച്ചവശനായ യൂഫ്രട്ടീസിൽ നിന്ന് വെള്ളം കോരിയിട്ട് കുടിക്കുന്ന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നിൽ നിന്ന് വെട്ടുകിട്ടിയപ്പോ മഹാനവറുകൾ നിലത്ത് വീഴുകയാ. അവിടെ നിന്ന് വീണുകൊണ്ട് ഇരുന്നു കൊണ്ട് മഹാനവറുകൾ 2 കൈകളും മേൽപോട്ടുയർത്തിക്കൊണ്ട് റബ്ബിനോട് പരാതി പറഞ്ഞല്ലോ. അല്ലാഹുമ്മ ഇന്നി അഷ്കൂ ഇലൈക മാ യുസ്നഉ ബിബിനി ബിൻതി നബിയിക. അല്ലാഹുവേ, നിന്റെ പ്രിയപ്പെട്ട നബിയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൊന്നുമോളായ കരളിന്റെ കഷ്ടമായ ഫാത്തിമ ബീവിയുടെ പൊന്നുമോനോട് ഈ വിഭാഗം കാണിക്കുന്നത് നീ കാണുന്നില്ല റബ്ബേ. അല്ലാഹുമ്മ ഖസിഹിം അദദാ വഖ്തുൽഹും ബിദദാ വലാ തബ്ഖി മിൻഹും അഹദാ. ഇവരെ ഒരുത്തരെയും നീ ബാക്കി വെച്ചക്കല്ല അല്ലാ, ഇവരെ നീ തീർക്കണേ അല്ലാ എന്ന് റബ്ബിനോട് ദുആ ചെയ്തപ്പോ ചരിത്രം പറയുന്നു അമവികളെ മുഴുവനായും അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചിട്ടുണ്ട്. അമവിയ ഭരണത്തിലുള്ള മുഴുവൻ ആളുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് നശിപ്പിച്ചു എന്നാ ചരിത്രം പറയുന്നത്. 33 വെട്ടുകളും 31 കുത്തുകളും ശരീരത്തിലേറ്റ് ശരീരം വികൃതമായിരിക്കുകയാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ. 33 വെട്ടുകൾ ആ ശരീരത്തിലേറ്റത് എന്നാലോചിച്ച് നോക്കിയേ. 31 കുന്തം കൊണ്ടുള്ള കുത്ത്. അങ്ങനെ മഹാനവറുകളെ ഷഹീദാവുകയാണ്. ഷഹീദായ കിടക്കുന്ന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ചാരത്തേക്ക് പോകാൻ തന്നെ ആളുകൾക്ക് പേടിയാണ്. അവസാനം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഉടലിൽ നിന്ന് ശിരസ്സറുത്ത് മാറ്റുകയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരക്കുട്ടി അഹ്ലു ബൈത്തിനോട് അവർ ചെയ്ത ക്രൂരത നോക്കണേ. അല്ലാഹ് സുബ്ഹാനല്ലാഹ്. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ശിരസ് ഉടലിൽ നിന്ന് വേർപെടുത്തിയിട്ട് ഒരു തളികയിൽ വെച്ചിട്ട് ഒരു കുന്തത്തിൽ കുത്തിയിട്ട് കൂഫയിലൂടെ അവർ ജയ് വിളിച്ചു നടന്നു, മുദ്രാവാക്യം വിളിച്ചു നടന്നു. ആരാ? ഇബ്നു സിയാദിന്റെ പട്ടാളം, യസീദിന്റെ പട്ടാളം.
അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടിയുടെ ശിരസ് ഒന്ന് ഹബീബിന്റെ ഏതെങ്കിലും പേരക്കുട്ടിയുടെ കൈ കാണുമ്പോൾ നമ്മൾ നമ്മുടെ ചുണ്ടോട് ചേർത്തിട്ട് ചുടുചുംബനങ്ങൾ അർപ്പിക്കുന്ന ആ ഹബീബിന്റെ പേരക്കുട്ടികൾ അത്രമാത്രം അഹ്ലു ബൈത്തിനെ ബഹുമാനിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ നോർത്ത് നോക്കണം. അള്ളാന്റെ ഹബീബ് എത്രയോ ചുടുചുംബനങ്ങൾ അർപ്പിച്ച് ഹബീബിന്റെ ചുമലിൽ ഒട്ടകം കളിച്ച ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് തന്റെ കഴുത്തിലേക്ക് പെരടിയിലേക്ക് വന്നിരുന്നപ്പോ സുജൂദ് നീട്ടിയ സുജൂദ് ദീർഘമായി സുജൂദ് ചെയ്ത് തന്റെ പൊന്നുമോന് തന്റെ പേരക്കുട്ടിക്ക് ബുദ്ധിമുട്ടാകാതിരിക്കാൻ സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന സ്വർഗത്തിനെ ഇസ്സത്താക്കുന്ന ആ ചെറുപ്പക്കാരനല്ലേ, സ്വർഗത്തിന് ഇസ്സത്തേകുന്ന ചെറുപ്പക്കാരനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഉടല് അങ്ങോട്ട് ശിരസ് അങ്ങോട്ട് ഉടലിൽ നിന്ന് വെട്ടിമാറ്റിയിട്ട് കുന്തത്തിന് കുത്തിപ്പോകുമ്പോ ഒരു ക്രിസ്ത്യാനിയായ മനുഷ്യൻ വന്നിട്ട് ചോദിക്കുകയാണ്, ഈ ഘോഷയാത്ര നടത്തുന്ന വിഡ്ഢികളായ ജനങ്ങളോട് ചോദിക്കുകയാ, ഇത് ആരുടെ ശിരസാ, ഇതാരാണെന്ന് ചോദിച്ചപ്പോ ഇത് ഹുസൈൻ തങ്ങളുടെ ഹുസൈൻ ബിൻ അലിയുടെ ശിരസാണെന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യൻ അത്ഭുതത്തോടുകൂടി പറഞ്ഞല്ലോ, എന്തൊരു അത്ഭുതമാ, എന്തൊരു വിരോധാഭാസമാ, ഈസ നബിക്കെങ്ങാനും ഒരു മകനുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ചെയ്യില്ലല്ലോ, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരു മകനുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യില്ലല്ലോ, നിങ്ങളുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നുമോനെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ എങ്ങനെ മനസ്സ് വന്നടോ എന്ന് ചോദിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ ആ പേടകമുണ്ടല്ലോ, നിങ്ങൾ ആ ശിരസ് വെച്ച പേടകം, ആ ശിരസ് ഒരു ദിവസം ഒരു രാത്രി എന്റെ വീട്ടിലൊന്ന് വെക്കാൻ തരുമോ, 1000 ദീനാർ നിങ്ങൾക്ക് ഞാൻ പകരം തരാം. ബർക്കത്തെടുക്കുക. ആര്? ക്രിസ്ത്യാനിയായ മനുഷ്യൻ ഇവരോട് വന്നിട്ട് പറയാ, ആ ശിരസ് വെച്ച പേടകം ഒരു ദിവസം ഒരു രാത്രി എന്റെ വീട്ടിൽ വെച്ചോട്ടെ, 1000 ദീനാർ നിങ്ങൾക്ക് തരാം. 1000 ദീനാർ കേട്ട സമയത്ത് അത് കൊടുത്തു. സമ്പത്തും സാധനം ഇതൊക്കെയല്ലേ വേണ്ടു. ഈമാൻ ഖൽബിലേക്ക് കയറാത്തവർക്ക് അല്ലാഹു കാത്തു സലാമത്താക്കട്ടെ. അള്ളാഹു നമുക്ക് ഇസ്സത്ത് പ്രദാനം ചെയ്യട്ടെ. ഹുസൈൻ റളിയല്ലാഹുവിനെ ഇഷ്ടപ്പെടാൻ, ആ ഹുസൈൻ റളിയല്ലാഹുവിനെ ഈ രീതിയിൽ നിഷ്ഠൂരമായി വധിച്ചവരെ വെറുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ ഹുസൈൻ തങ്ങളെ സ്നേഹിച്ചിട്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്നേഹം ലഭിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 1000 ദീനാർ കൊടുത്തിട്ട് ആ ക്രിസ്ത്യാനിയായ മനുഷ്യൻ ആ പേടകത്തോടുകൂടി മഹാനായ ഹുസൈൻ തങ്ങളുടെ ശിരസുള്ള പേടകം വീട്ടിൽ കൊണ്ടുവച്ചിട്ട് രാത്രി ഉറങ്ങിയിട്ടില്ല. രാത്രി ആ ശിരസിലെ മുടികൾ ഇങ്ങനെ നന്നായി ചീകിക്കൊടുക്കുകയാണ്. രക്തക്കറകളൊക്കെ തുടച്ചു മാറ്റിയിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ശിരസിന്റെ മുമ്പിൽ വളരെ ബഹുമാനത്തോടുകൂടി ഭവ്യതയോടുകൂടി നിന്നിട്ട് സുഗന്ധം പുരട്ടിക്കൊടുത്തിട്ട് പറയുന്നു, ഞാൻ നിസ്സഹായനാണ്, എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, നിങ്ങളെ സംരക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല, ഞാൻ നിസ്സഹായനാണ്, എനിക്ക് കഴിവില്ലാതായി പോയി എന്ന് പറഞ്ഞിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ശിരസിന്റെ മുന്നിൽ പരിഭവം പറഞ്ഞപ്പോ രാത്രി അല്പം ഉറങ്ങിയപ്പോ അതാ വരുന്നു കനവിലേക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യന്റെ സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞല്ലോ, നിങ്ങൾ എൻ്റെ പൊന്നാര പേരക്കുട്ടിയെ സ്നേഹിച്ചിരിക്കുന്നു, നിങ്ങൾ എൻ്റെ പൊന്നാര പേരക്കുട്ടിയുടെ ആ ശിരസിനോട് കാണിച്ച ബഹുമാനമുണ്ടല്ലോ, അത് കാരണമായി നിങ്ങളുടെ കൈ ഞാൻ പിടിച്ചിരിക്കുന്നു. ആ മനുഷ്യൻ പറഞ്ഞല്ലോ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. പരിശുദ്ധ ഇസ്ലാമിലേക്ക് ആ മനുഷ്യൻ വരാൻ കാരണം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ആ ശിരസിനെ ബഹുമാനിച്ച ഒരൊറ്റ കാരണം കൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് ഹിദായത്ത് നൽകിയല്ലോ ആ മനുഷ്യനെ. പിറ്റേന്ന് ശിരസ് തിരിച്ച് അവർക്ക് തന്നെ നൽകി, പട്ടാളക്കാർക്ക് നൽകിയ ശിരസുമായി അവർ തളികയിൽ വെച്ചിട്ട് യസീദിന്റെ കൊട്ടാരത്തിലേക്ക് ഡമസ്കസിലേക്ക് കൊണ്ടുപോകാൻ. ആരെയാ കൊണ്ടുവന്നത്? ആരെ തലയാ കൊണ്ടുവന്നത്? ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ. ഡമസ്കസിലെ യസീദിന്റെ കൊട്ടാരത്തിലെത്തിയപ്പോ യസീദ് എന്ന തെമ്മാടി ആ ശിരസിന്റെ ആ പൂമുഖത്ത് കവിൾത്തടത്തിലേക്ക് തന്റെ കയ്യിലുള്ള വടി കൊണ്ടൊരു കുത്തങ്ങോട്ട് കൊടുത്തു.
കണ്ടുനിന്ന സ്വഹാബാക്കൾ വൃദ്ധരായ സ്വഹാബാക്കളാണ്. ഒന്നും ചെയ്യാൻ പറ്റൂല. റസൂലുള്ളാഹിന്റെ കാലശേഷം വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന സംഭവമുണ്ട്. പല സ്വഹാബാക്കളും വാർദ്ധക്യ സഹജമായ രോഗികളും വൃദ്ധരുമാണ്. അവരൊക്കെ അവിടെ അനങ്ങാതെ നിൽക്കേണ്ടി വന്നു യസീദിന്റെ അക്രമത്തിന്റെ മുമ്പിൽ. അവസാനം സയ്യിദ് ഇബ്നു അർഖം എന്ന് പറയുന്ന സ്വഹാബി വര്യൻ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഖലീഫയൊന്നും നോക്കിയിട്ടില്ല. തെമ്മാടി, ആരമുഖത്താണോ നീ കുത്തുന്നത്? ആരമുഖത്താടാ കുത്തിയത് എന്ന് പറഞ്ഞിട്ട് പൊട്ടിത്തെറിച്ചു കൊണ്ട് പറഞ്ഞു, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പൂമുഖത്ത് ചുടുചുംബനങ്ങൾ അർപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. ആ മുഖത്താണോ നീ കുത്തുന്നത് എന്ന് പറഞ്ഞപ്പോ യസീദും ഒന്ന് വറങ്ങലിച്ചു പോയി. എന്നിട്ടോ യസീദ് മഹാനായ സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹുവിനോട് എന്നിട്ടും തന്റെ അഹങ്കാരം മാറാതെ പറയുന്നുണ്ട്, വയസ്സനായി പോയി, ഇല്ലെങ്കിൽ നിന്റെ തലയും ഇതുപോലെ എടുക്കുമായിരുന്നു എന്ന് യസീദ് പറഞ്ഞു. ആ യസീദിനെ ബഹുമാനിക്കണം, യസീദിനെ കുറ്റം പറയാൻ പാടില്ല എന്നാണ് ഇന്ന് പല പണ്ഡിത വേഷധാരികളും പറയുന്നത്. അല്ലാഹു കാത്ത് സലാമത്താക്കട്ടെ. ഇന്ന് ലോകത്ത് നമുക്ക് യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ യസീദിനെ വലിയ മഹത്വവൽക്കരിക്കുന്ന ആളുകളുണ്ട്. യസീദ് തെമ്മാടിയാണെന്ന് ലോകത്ത് ഉലമാക്കൾ ഏകോപിച്ചൊരു കാര്യമാണ്. മാത്രമല്ല സവായിക്കിന് മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഞാൻ ഇത് പറഞ്ഞിട്ട് എൻ്റെ ചരിത്രം ഞാൻ ഇന്ന് തൽക്കാലം ഇന്നത്തെ പ്രസംഗം നിർത്തുകയാണ്. ആരാണ് യസീദ് എന്ന് പറഞ്ഞാൽ, യസീദിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാലങ്ങൾക്ക് മുമ്പേ പറഞ്ഞു, ലാ യസാലു അംറു ഹാദൽ ഉമ്മത്തി ഖായിമൻ ബിൽ ഖിസ്തി ഹത്താ യകൂന അവ്വലു മൻ യഹ്ദിമുഹു റജുലുൻ മിൻ ബനി ഉമയ്യ. ഈ ഉമ്മത്ത് നല്ല രീതിയിൽ പോകും. ഏതുവരെ? ബനി ഉമയ്യയിലെ ഒരു ചങ്ങാതി വന്നിട്ട് ഈ ഉമ്മത്തിന്റെ അവസ്ഥ നന്നായി പോകുന്ന, ഭരണം നന്നായി നടക്കുന്ന ഒരു വിഭാഗത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് വരെ ഈ ഉമ്മത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകും. അവന്റെ പേരെന്തെന്നറിയോ? യുഖാലു ലഹു യസീദ്. അവന്റെ പേര് യസീദ് ആയിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം യസീദിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട ശിഷ്യനായി നബി തങ്ങളുടെ കൂടെ എല്ലാ സമയത്തും കൂടിയ സ്വഹാബിയല്ലേ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. മഹാനവർകള് മദീനയുടെ അങ്ങാടികളിലൂടെ യംശി ഫീ സൂഖിൽ മദീന, മദീനയുടെ അങ്ങാടികളിലൂടെ നടക്കുന്ന സമയത്ത് അവർ പറയുന്നത് വഹുവ യഖൂൽ ലാ തുദ്രിക്കിനി സനത സിത്തീൻ. അല്ലാഹുവേ ഹിജ്റ 60ലേക്ക് എന്നെ എത്തിക്കല്ലേ അല്ലാഹ്, ഹിജ്റ 60ലേക്ക് എന്നെ ജീവിപ്പിക്കല്ലേ അല്ലാഹ്. ലാ തുദ്രിക്കിനി ഇമാറത്തു സിബിയാൻ, കുട്ടികൾ ഭരണം നടത്തുന്ന ഒരു കാലത്തേക്ക് എന്നെ എത്തിക്കല്ലേ അല്ലാഹ്. ആര് ദ്വാരക്കും? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ദ്വാരക്കും. ഹിജ്റ 60ലാണ് യസീദ് ഭരണം ഏറ്റെടുക്കുന്നത്. ഇത് അള്ളാഹിന്റെ ഹബീബിന്റെ വാക്കിൽ നിന്ന് മനസ്സിലാക്കി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു യസീദിന്റെ ഭരണത്തിനെ തൊട്ട് ആ കാലത്ത് ജീവിക്കുന്നത് ഇഷ്ടപ്പെടാതെ അള്ളാഹിനോട് ദുആ ചെയ്തിരുന്നു. അത്രമാത്രം തെമ്മാടിയാണ് യസീദ്. വ്യഭിചാരിയും കള്ളുകുടിയനുമാണ്. സ്വന്തം ഉപ്പാന്റെ ഭാര്യമാരെ മംഗലം കഴിച്ചവനാണ്. അതിനേക്കാളും പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനത്തെ തെമ്മാടിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയ തെമ്മാടിയാ. മക്കത്ത് കഅബക്ക് നേരെ ആദ്യമായി പീരങ്കി പ്രയോഗം നടത്തിയത് യസീദാണ്. മദീനയെ 3 ദിവസം വറങ്ങലിപ്പിച്ചത് യസീദാണ്. 3 ദിവസം മദീനത്തെ പള്ളിയിൽ അള്ളാഹിന്റെ ഹബീബിന്റെ പള്ളിയിൽ വാങ്ങി കൊടുക്കാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. യസീദിന്റെ പട്ടാളക്കാരും മേഞ്ഞപ്പോ. ഇങ്ങനെ ചരിത്രത്തിൽ കാണാം. ഈ യസീദിനെ നന്നാക്കാൻ പറ്റുമോ? അതുകൊണ്ട് യസീദിന്റെ പേരിൽ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് ചെല്ലുന്ന ഉലമാക്കളാണ് അധിക ഉലമാക്കളും അള്ളാഹുവിന്റെ ഔലിയാക്കളായ പലരും. അള്ളാഹു അവനെ ശപിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോടുള്ള സ്നേഹം നമ്മുടെ ഖൽബിലേക്ക് നിറച്ചു തരട്ടെ. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോടുള്ള സ്നേഹം കാരണം, ഹസൻ റളിയല്ലാഹു അൻഹുവിനോടുള്ള സ്നേഹം കാരണം, മറ്റ് സ്വഹാബാക്കൾ എല്ലാവരെയും സ്നേഹിച്ചത് കാരണം അള്ളാഹു നമ്മളെ വിജയിപ്പിക്കട്ടെ. അർഹമുർ റഹീമീനായ മലിക്കുൽ ജബ്ബാറായ അള്ളാഹ് ഞങ്ങളെ ഈ പ്രവർത്തനം നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനെ. മുത്ത് ഹബീബിന്റെ പേരക്കുട്ടിയെ കുറിച്ച് പറഞ്ഞ ഈ മൗലിദ് അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇത് കാരണം ഞങ്ങളുടെ ദോഷങ്ങൾ പൊറുക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് റഹ്മത്തിന്റെ വാതിലുകൾ തുറക്കണേ അല്ലാഹ്. പരിശുദ്ധ റമളാൻ മാസത്തിന്റെ റഹ്മത്തിന്റെ 10 വിട പറയുന്നതിന് മുമ്പ് അല്ലാഹുവേ നിന്റെ ഇഷ്ടപ്പെട്ട, നിന്റെ പ്രിയപ്പെട്ട ഹബീബിന്റെ തോഴന്മാരെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞത് റബ്ബേ വലിയ ഇബാദത്തായി സ്വീകരിക്കണേ റബ്ബേ. ഞങ്ങളുടെ ദോഷങ്ങൾ പൊറുക്കാനുള്ള കാരണമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഇത് മുഅ്മിനീങ്ങൾ
മുഅ്മിനീങ്ങൾക്ക് ഉപകാരമുള്ളതാക്കണേ അല്ലാ. ഇത് ഓൺലൈനായി കേൾക്കുന്നവരുണ്ട്, ഓഫ്ലൈനായി കേൾക്കുന്നവരും എല്ലാവർക്കും റബ്ബേ ഇത് ഖൽബിലേക്ക് ഈമാൻ നിറക്കാനുള്ള സബബാക്കണേ അല്ലാ. അല്ലാഹുവേ ഖൽബിൽ ഈമാൻ തരണേ റബ്ബേ. അല്ലാഹുവേ സഹാബാക്കളെ ഇഷ്ടപ്പെടാൻ, മഹാന്മാരെ ഇഷ്ടപ്പെടാൻ, മുത്ത ഹബീബിനെ അതിലൂടെ സ്നേഹിക്കാൻ, അങ്ങനെ സ്വർഗ്ഗത്തിൽ അവരോട് കൂടെ കടക്കാൻ അല്ലാഹുവേ തൗഫീക്ക് നൽകണേ റബ്ബേ. അവർ നിന്റെ ദീനിന് വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ ഞങ്ങൾ അതിന്റെ 100 അല്ല 1000 വരെ ഞങ്ങൾ എത്തിയിട്ടില്ല അല്ലാ. പക്ഷെ അവരോടുള്ള ഹുബ്ബ് ഞങ്ങളെ കൽബിലുണ്ട് റബ്ബേ. അവരോട് സ്നേഹമുണ്ട് അല്ലാ. അവരോട് ഞങ്ങൾക്ക് എപ്പോഴും ആദരവുണ്ട് റബ്ബേ. ആ ആദരവ് കാരണം, അവരെ പറയുന്നത് കാരണം ഞങ്ങളുടെ നാവിനെ നന്നാക്കണേ റബ്ബേ. അവരോടുള്ള ഹുബ്ബ് കാരണം ഞങ്ങളെ കൽബിനെ നന്നാക്കണേ അല്ലാ. അവരോടുള്ള ഹുബ്ബ് കാരണം അവരെ പിൻപറ്റി സ്വർഗം വരെ അവരെ പിന്തുടരാൻ, സ്വർഗത്തിലും അവരോട് കൂടെ കൂടാൻ അല്ലാഹുവേ തൗഫീഖ് നൽകണേ റബ്ബേ. ഞങ്ങളിലെ രോഗികൾക്ക് ശിഫ നൽകണേ റബ്ബേ. മാരക രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. എല്ലാവിധ ബലാ മുസീബത്തുകളെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ ജഅൽനാ മിമ്മൻ റളിയ അൻഹും ശഹ്റു റമളാൻ വലാ തജഅൽനാ മിമ്മൻ ഖസമഹും ശഹ്റു റമളാൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.